കേട്ടോ. ജൂലിയസ് സീസർ എന്ന് പറഞ്ഞാൽ ഒരു പ്രശസ്തനും പ്രഗത്ഭനുമായിട്ടുള്ള ഒരു ചക്രവർത്തിയാണ് ജൂലിയസ് സീസർ. ജൂലിയസ് സീസർ വളരെ വിശ്വസിച്ചു പോരുന്ന ആൾ. ചിലപ്പോൾ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ട് ഡ്രാമയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം വളരെ വിശ്വസ്തനായി കൊണ്ടു നടന്ന ആളാണ് സത്യത്തിൽ ആര്? ബ്രൂട്ടസ്. ഈ ബ്രൂട്ടസ് എന്നും കൂടെ നടക്കുന്നു. പല തവണ ജൂലിയസ് സീസറെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. അദ്ദേഹത്തിന് ചക്രവർത്തിയാകാൻ വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിന് അവിടുത്തെ നേതാവാകണം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ നല്ല വിശ്വസ്തനായി കൂടെ നടന്നിട്ട് അവസാനം ചതിപ്രയോഗത്തിലൂടെ മാറ്റിമറി. പല പ്രാവശ്യവും കൊല്ലാൻ ഒരുങ്ങുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെയും ജൂലിയസ് സീസർ അതല്ല എന്ന് വിശ്വസിച്ച് പോരുന്നുണ്ട്. അവസാനം മലമുകളിൽ കൊണ്ടുപോയിട്ട് കഠാര കൊണ്ട് കുത്തിയിറക്കിയിട്ട് അവസാനം എല്ലാം അവസാനിപ്പിക്കുമ്പോൾ ആ ബ്രൂട്ടസിൻ്റെ ഷർട്ടിലോ അല്ലെങ്കിൽ ആ വസ്ത്രത്തിലോ പിടിച്ചുകൊണ്ട് അന്ന് പറഞ്ഞ വാക്ക് ഇംഗ്ലീഷിൽ ഇന്നും വളരെ ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ഡയലോഗാണ്, യു ടു ബ്രൂട്ടസ്. നീയും ഇത് ചെയ്തോ ബ്രൂട്ടസ് എന്ന്. നമ്മളെ വളരെ പ്രിയപ്പെട്ട ഒരാൾ നമ്മളെ ചതിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ പ്രയോഗം യു ടു എന്നാണ്, യു ടു ബ്രൂട്ടസ്. ബ്രൂട്ടസ് നീ ഇത് ചെയ്തു. അങ്ങനെ ഉണ്ടാവില്ല. കളിക്കൂട്ടുകാരായി കൂടെ നടക്കുന്ന ആൾക്കാർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചതിയിൽ പെടുത്തും, ബ്രൂട്ടസിനെ പോലെ. അപ്പോൾ ബ്രൂട്ടസ് ഫിക്ഷനിലെ ഒരു കഥാപാത്രമല്ല, അദ്ദേഹം ജീവിച്ചിരുന്നൊരു കഥാപാത്രമാണ്. മക്ക് ആൻ്റണി ജീവിച്ചിരുന്നൊരു കഥാപാത്രമാണ്. പ്രവാചകന്മാർക്കുമൊക്കെ മുമ്പേ, ഒരുപാട് പ്രവാചകന്മാർക്കല്ല, ഏതാണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊക്കെ മുമ്പേ ജീവിച്ച ആളാണ് ഈ മക്ക് ആൻ്റണിയും ജൂലിയസ് സീസറൊക്കെ. BC-യിലാണ്. അത് പറയുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ അദ്ദിച്ച് നോക്കാറുണ്ട്, മക്ക് ആൻ്റണിക്ക് അടുത്ത കാലത്ത് കഴിഞ്ഞു പോയത് എന്നല്ലേ എന്നുള്ള. അല്ല, പ്രവാചകൻ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് ജനിച്ചു മരിച്ചു പോയ ആളാണ് മക്ക് ആൻ്റണി. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ 5 പ്രഭാഷകരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് മക്ക് ആൻ്റണിയാണ്. ഒരാൾ മനോഹരമായ സ്പീച്ച് നടത്തിക്കഴിഞ്ഞാൽ അതിന് ഫിലോസഫിക്കലി പറയാറുള്ളത് മക്ക് ആൻ്റണി സ്പീച്ച് എന്നാണ്. മക്ക് ആൻ്റണിയെപ്പോലെ സ്പീച്ച് നടത്തിയ ആളെന്ന്. മക്ക് ആൻ്റണി അത്ര മനോഹരമായി സംസാരിച്ച ആളാണ്. ഇപ്പോൾ ഈ മക്ക് ആൻ്റണി എന്ന് പറയുന്ന ആൾ ജൂലിയസ് സീസർ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് ഇങ്ങനെ നടക്കുന്നു. പക്ഷേ അതിനേക്കാൾ വിശ്വസ്തൻ ബ്രൂട്ടസാണ്. ആ ബ്രൂട്ടസാണ് പിന്നെ ചതിക്കുന്നത്. ചതിച്ചിട്ട് അതിന് ലാസ്റ്റ് രംഗം പറയാം. ഞാൻ വായിക്കുന്ന കുട്ടികളോട് പറയാം, വായിക്കാൻ പോകുന്ന കുട്ടികളോട് പറയാം. ലാസ്റ്റ് ബ്രൂട്ടസ് ജൂലിയസ് സീസറെ കൊല്ലുന്നു. എന്നിട്ട് ഈ ജനങ്ങളെങ്ങാനും തനിക്ക് എതിരായി നിൽക്കുമോ എന്ന് ഭയപ്പെടുന്നു. ആ സമയത്ത് മാസ്മരികമായൊരു പ്രഭാഷണമുണ്ട്, ബ്രൂട്ടസിൻ്റെ പ്രഭാഷണം. ബ്രൂട്ടസിൻ്റെ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അവസാനം വരെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, ഞാനൊരിക്കലും ഇയാളെ കൊന്നിട്ടില്ല, കൊല്ലാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു, പക്ഷേ ഓൺലി ഫോർ യു, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. നിങ്ങൾക്ക് വേണ്ടി, ഈ ജനങ്ങൾക്ക് വേണ്ടി. എൻ്റെ പ്രിയങ്കരനായ കൂട്ടുകാരനെ ഞാൻ വധിച്ചത് ഈ രാജ്യത്തിന് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ പ്രഭാഷണത്തിൻ്റെ അവസാനത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിൽ കാണണം. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വായിച്ച കൃതികളതൊക്കെ എന്ന് വായിച്ചാൽ ഇങ്ങനെ കയറി വരുന്നു. ആര്? മക്ക് ആൻ്റണി കയറി വരുന്നു. മക്ക് ആൻ്റണി ഇങ്ങനെ വരുന്ന സമയത്ത് ബ്രൂട്ടസിനെതിരാം അറിയാം, തന്നേക്കാൾ മാസ്മരികമായി പ്രസംഗിക്കുന്ന ലോകത്തിൻ്റെ പ്രഭാഷകനാണ് മക്ക് ആൻ്റണി എന്ന്. അതുകൊണ്ട് മക്ക് ആൻ്റണി വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തലതിരിച്ചു പറഞ്ഞിട്ട് അവസാനം എന്നെ അവസാനിപ്പിക്കുമോ എന്നൊരു ഭയമുണ്ടായതുകൊണ്ട് അവസാനത്തെ ആണിയും പതിപ്പിക്കുകയാണ്. അവസാനത്തെ ആണിയും എന്താണെന്നറിയോ? ബ്രൂട്ടസിനെ പോലെ സംസാരിക്കാൻ, മക്ക് ആൻ്റണിയെപ്പോലെ സംസാരിക്കാൻ എനിക്കൊരു നാക്കില്ല. ഞാൻ പറഞ്ഞ വാക്കതാണ്. മക്ക് ആൻ്റണിയെപ്പോലെ സംസാരിക്കാൻ എനിക്കൊരു നാക്കില്ല. അദ്ദേഹത്തെ പോലെ കാര്യങ്ങൾ വിശദീകരിക്കാൻ എനിക്കൊരു മനസ്സുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പോലൊരു നാക്ക് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ബ്രൂട്ടസും ഞാൻ മക്ക് ആൻ്റണിയും ആൻ്റണി ഞാനുമായിരുന്നെങ്കിൽ, അങ്ങനെയാണ് ആ പ്രയോഗം, ഞാൻ ആൻ്റണിയും ആൻ്റണി ഞാനുമായിരുന്നെങ്കിൽ എൻ്റെ സങ്കടങ്ങളെ അവനിനി പറയും, എൻ്റെ വേദനകളെ അവൻ്റെ നാക്കിലൂടെ. എന്താ എനിക്ക് മനസ്സിലായത്? ഇത് വായിക്കുമ്പോൾ കുറേ നേരം വായിക്കാൻ എന്നാലേ തീരുള്ളൂ. അവനിനി പറയും എൻ്റെ സങ്കടങ്ങളെ അവൻ്റെ നാക്കിലൂടെ എന്ന് പറഞ്ഞാൽ ഇനി അവൻ പറയാൻ പോണതൊക്കെ എനിക്ക് പറയാനുള്ളതാണെന്നർത്ഥം. അതോടുകൂടി അവസാനത്താണ് നിറച്ച് എല്ലാവരും ഇങ്ങനെ ബ്രൂട്ടസിൻ്റെ മാസ്മരികമായ പ്രസംഗത്തിൽ അന്തിച്ച് നിൽക്കുകയാണ്. ഇനി മക്ക് ആൻ്റണി വന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അങ്ങനെ മക്ക് ആൻ്റണിയുടെ ലോകപ്രശസ്തമായ പ്രസംഗം നടക്കുകയാണ്. ബ്രൂട്ടസ് എന്ന് പറയുന്ന കാപാലികനെതിരെ ജനങ്ങളെ മുഴുവൻ വഴിതിരിച്ചു വിടാനുള്ള സുന്ദരമായ പ്രസംഗം. ഇദ്ദേഹം ജൂലിയസ് സീസറെ കൊന്നത് അദ്ദേഹത്തിന് രാജാവാകാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വാഴ്ത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്ന സത്യം വിളിച്ചു പറയാൻ പോവാണ്. പക്ഷെ അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഈ ബ്രൂട്ടസിനെ ഇങ്ങനെ സ്നേഹിച്ചിട്ടും അന്തിച്ചിട്ടും നിൽക്കുകയാണ്.
ആ സമയത്ത് മാർക്ക് ആൻ്റണി തുടങ്ങുന്നു. തൻ്റെ പ്രഭാഷണത്തിൽ മാർക്ക് ആൻ്റണി സംസാരിക്കുന്ന ആ സംസാരത്തിൽ 7-8 തവണ അദ്ദേഹം പറയുന്ന വാക്കാണ് ബ്രൂട്ടസ് ഈസ് ഗ്രേറ്റ്. ബ്രൂട്ടസ് ഈസ് ഗ്രേറ്റ്. അത് ഷേക്സ്പിയർ തന്നെ അവതരിപ്പിക്കണം. ആ പുസ്തകം തന്നെ നിങ്ങൾ വായിക്കാൻ പോകണം. ബ്രൂട്ടസ് ഈസ് ഗ്രേറ്റ്. ബ്രൂട്ടസ് ഗ്രേറ്റ് അല്ല എന്നിട്ടും പറയാണ് മനുഷ്യനെ സൈക്കോളജിക്കലി എങ്ങനെ മാറ്റിമറിക്കാം എന്ന അതിമനോഹരമായ പ്രസംഗമായിരുന്നു അത്. അതിൽ അദ്ദേഹം പറയുന്നത്, ബ്രൂട്ടസിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ബ്രൂട്ടസ് നമുക്ക് വേണ്ടിയിട്ടാണ് ജൂലിയസ് സീസറെ കൊന്നത്. ആദ്യം തന്നെ അത് സമ്മതിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബ്രൂട്ടസിനെല്ലാം അവനെ സമാധാനമാവുകയാണ് സംസാരം ഇങ്ങനെ തുടങ്ങുമ്പോൾ. കാരണം പറഞ്ഞ വാക്ക് തന്നെ അതാണല്ലോ, എൻ്റെ വേദനകൾ അവൻ്റെ നാക്കിലൂടെ സംസാരിക്കുമെന്നാണ്. ഏതായിരുന്നാലും ഇങ്ങനെ തുടങ്ങി. അവസാനം പറഞ്ഞു, എങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജൂലിയസ് സീസർ നിങ്ങൾ സ്നേഹിച്ച് നടന്ന ഓർമ്മയില്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തോളത്ത് കൈവച്ച് രാജാവിനെ പോലെ നടന്നത് ഓർമ്മയില്ലേ? എന്നിട്ടും ആ മലമുകളിൽ കൊണ്ടുപോയി കഠാര കൊണ്ട് ആഞ്ഞാഞ്ഞു കുത്തുമ്പോഴും യൂട്യൂബ് ബ്രൂട്ടസ് എന്ന് കരഞ്ഞുകൊണ്ട് കരൽ ചോര കണ്ണിൽ നിന്ന് പുറപ്പെടുമ്പോഴും അദ്ദേഹം പറഞ്ഞ വാക്കിനെ ഞാൻ ഏറ്റെടുക്കുന്നില്ല. ബിക്കോസ് ബ്രൂട്ടസ് ഈസ് ഗ്രേറ്റ്. ബ്രൂട്ടസ് ഈസ് ഗ്രേറ്റ്. ബ്രൂട്ടസ് വലിയ മഹാനാണ്. അപ്പോൾ ആളുകളുടെ ഉള്ളിലിങ്ങനെ കൊലങ്ങനെ അടുപ്പിച്ചിട്ട് ബ്രൂട്ടസിനെ കുറ്റപ്പെടുത്താതെ പിന്നെയും മലക്കം മറിയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം പറയുന്നുണ്ട്, ഈ കാണുന്ന മണൽത്തരികൾക്കെല്ലാം നാക്കുകൾ മുളച്ചിരുന്നുവെങ്കിൽ, അവർക്കെല്ലാം സംസാരിക്കാനുള്ള നാക്ക് മുളപ്പിച്ചിരുന്നുവെങ്കിൽ, ഞാൻ ബ്രൂട്ടസ് ഞാനുമായിരുന്നെങ്കിൽ, അത് ആ വാക്ക് വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് ആൻ്റണി, ആയിരുന്നെങ്കിൽ ഈ കാണുന്ന നാക്കുകളെല്ലാം, ഈ മണൽത്തരികളുടെ നാക്കുകളെല്ലാം ബ്രൂട്ടസിനതിനെ സംസാരിക്കുമായിരുന്നേനെ. ബ്രൂട്ടസ് അത്ര ക്രൂരനാണെന്ന് പറയുമായിരുന്നേനെ. പക്ഷെ ഞാനത് പറയില്ല. ബിക്കോസ് ബ്രൂട്ടസ് ഈസ് ഗ്രേറ്റ്. ബ്രൂട്ടസ് ഈസ് ഗ്രേറ്റ്. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം കേൾക്കുന്ന ജനങ്ങളെ മുഴുവൻ പറയാണ്, നോ, ബ്രൂട്ടസ് ഗ്രേറ്റ് അല്ല എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ. അങ്ങനെയാണ് ജൂലിയസ് സീസറിനെതിരെ ബ്രൂട്ടസിനെ തിരിച്ചുവിടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, വായനയുടെ ലോകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ബ്രൂട്ടസിൻ്റെ സ്പീച്ചും മാർക്ക് ആൻ്റണി സ്പീച്ചും നമ്മൾ കേട്ട് പഠിച്ചു മനസ്സിലാക്കി വരുമ്പോൾ എന്നെ നിങ്ങൾ വിട്ടേക്കിൻ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ ഇപ്പോൾ പ്രസംഗത്തിൽ 1-ാം സ്ഥാനം 2-ാം സ്ഥാനം 3-ാം സ്ഥാനമൊക്കെ എടുത്തല്ലോ മക്കൾ. ആ സ്പീച്ചൊക്കെ നിങ്ങൾ വായനയിലൂടെ ഒന്ന് പ്രാവർത്തികമാക്കിയെങ്കിൽ അതിമനോഹരമായി നാളെയുടെ ലോകത്തോട് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആ വായനയിലൂടെ നമ്മൾ കടന്നു പോകണം. ലോകത്തിൽ അങ്ങനെയാണ്. നിങ്ങൾ വായിച്ചു മാർക്ക് ആൻ്റണി സ്പീച്ച് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, മിസിസിപ്പി എന്ന് പറയുന്ന സ്ഥലത്ത് മാർക്ക് ആൻ്റണി നടത്തിയിട്ടുള്ള സ്പീച്ച് നിങ്ങൾ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, അതിനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇമിറ്റേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പറയാം, ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിമനോഹരമായി പ്രസംഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വായനയിൽ മാത്രം ഒതുങ്ങരുത്, അത് ഡെലിവറൻസിലേക്ക് എത്തണം. കുറേ വായിച്ചിട്ട് എന്താ കാര്യം? കുറേ വായിച്ചിട്ടൊരു കാര്യമില്ല. നമ്മളിങ്ങനെ അങ്ങനെയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയാൽ, യൂണിവേഴ്സിറ്റിയെ കുറ്റപ്പെടുത്തല്ലോ കേട്ടോ, ഓരോ ടേബിളിലും 2-3 PhD കഴിഞ്ഞവരൊക്കെ ഇരിക്കുന്നുണ്ടാവും. അവർക്കേ അറിയുള്ളൂ അവർക്ക് എത്ര വിവരമുണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് വായിക്കുക എന്നതല്ല. എന്താ ഈ സാറ് ചിരിക്കുന്ന നീലകുപ്പായിട്ട് സാറിന് കണ്ടിട്ടുണ്ടാകും കുറേ ആൾക്കാർ, അതുകൊണ്ടായിരിക്കും. വായിക്കുക എന്നതല്ല പ്രധാനം, അതിൻ്റെ എന്താണ് പ്രസൻറ്റേഷനാണ്. അതിമനോഹരമായ പ്രസൻറ്റേഷൻ. ഈ വായനയിലൂടെ ഒക്കെ പോയിട്ടാണ് ഒരു MT വാസുദേവൻ നായർ ഉണ്ടായത്. വായനയുടെ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തിലേക്ക് എത്തും. വായന ഇറ്റ്സെൽഫ് വെറും ഒരു റീഡിംഗ് ആണ് നിങ്ങൾ കരുതരുത്. ചിലപ്പോൾ ഈ കാണുന്ന ഏതെങ്കിലും ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ടാവും ഭാവിയിലെ കേരളത്തിൽ അറിയപ്പെടുന്നൊരു മഹാരഥനായ ഏതെങ്കിലും ഒരാൾ, ഒരു പെൺകുട്ടിയോ ഒരു ആൺകുട്ടിയോ, നമുക്കറിയില്ല. അത് ഞാനെപ്പോഴോ സൂചിപ്പിച്ചിട്ടുണ്ട്. തകഴി ശിവശങ്കരപ്പിള്ളയെ കൊണ്ടുവന്നു പാലക്കാട് വിക്ടോറിയ കോളേജിൽ തകഴിയെ കൊണ്ടുവന്ന്. തകഴി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? ഇതിപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഓരോരുത്തരെ പറഞ്ഞു കൊടുക്കേണ്ട ഗതിയാണ്. തകഴി ശിവശങ്കരപ്പിള്ള എന്ന് പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും മനോഹരമായ എഴുത്തുകാരനാണ്. ചെമ്മീൻ എന്ന കൃതിയിലൂടെ അതിമനോഹരമായി പരീത് കുട്ടിയെയും അത് കറുത്തമ്മയെയും ചക്കിമരക്കാത്തിയെയും ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ള മനോഹരമായ കഥാകാരൻ. അദ്ദേഹം ഒരിക്കൽ വിക്ടോറിയ കോളേജിൽ വന്നു. വിക്ടോറിയ കോളേജിൽ വന്ന സമയത്ത് അദ്ദേഹം പ്രഭാഷണ ചാതുരിയിൽ അത്ര ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ആളല്ല. ഇടയ്ക്കൊരു വിക്കലുണ്ട്. EMS നമ്പൂതിരിപ്പാടിനും അങ്ങനെ ഭയങ്കര പ്രൗഢോജ്വലമായി പ്രസംഗിക്കുമായിരുന്നെങ്കിൽ ഇടയ്ക്കൊരു വിക്ക് സംഭവിക്കുമായിരുന്നു. അത് നിങ്ങൾ EMSൻ്റെ പ്രസംഗം എടുത്തിട്ട് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ വായിക്കുമ്പം പഠിക്കുമ്പോൾ എല്ലാവരും പഠിക്കണം കേട്ടോ. നമ്മൾ ഏത് പാർട്ടി എന്നുള്ളതല്ല വിഷയം.
എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ചുരുക്കത്തിൽ ഒരു ചെറിയ അപ്പോൾ ആ ഒരു 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 ഇതുണ്ടായപ്പോൾ തകഴി ശിവശങ്കരപ്പിള്ള പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളെല്ലാവരും കൂടി ശബ്ദം ഉണ്ടാക്കി. അങ്ങനെയാണല്ലോ കുട്ടികളുടെ ഒരു രീതി. നിങ്ങളെപ്പോലെ അച്ചടക്കം, നിങ്ങളൊരു അച്ചടക്കമുള്ള ഒരു പവലിയനിലൂടെ കടന്നു വന്നതുകൊണ്ടാണ് ഈ അച്ചടക്കത്തിലിരിക്കുന്നത്. ഈ സമയത്ത് ഇത്രയൊക്കെ അച്ചടക്കം വേണം കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ അത്ര ഒന്നും അച്ചടക്കം പാടില്ലേ, അതും പറയാം. നല്ല അച്ചടക്കം വേണം. പക്ഷേ അവതരണ ശൈലിയിൽ നിങ്ങൾ ഇടപെടുമ്പോൾ, ആളുകളോട് പെരുമാറുമ്പോൾ അച്ചടക്കം നന്നായിട്ടുണ്ടാവണം. പക്ഷേ സോഷ്യൽ റാപ്പ് കൂട്ടണം. ഞാൻ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, തകഴി ശിവശങ്കരപ്പിള്ള പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ കുട്ടികളിങ്ങനെ ശബ്ദം വെച്ചപ്പോൾ അന്നത്തെ പ്രിൻസിപ്പൽ സാർ അതിലൊന്ന് ഇടപെട്ടു. വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പൽ സാർ, അദ്ദേഹത്തിന് സങ്കടം കൊണ്ട് ഇടപെട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, കുട്ടികളെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തകഴിയെ ഒന്നും കൂടി അവതരിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം അവസാനമായൊരു വാക്ക് പറഞ്ഞത്രേ. അത് പിന്നീട് പറയുന്നത് വാസു എന്ന് പറയുന്ന കുട്ടിയാണ്. അദ്ദേഹം അവസാനം പറഞ്ഞത്ര, നിങ്ങളുടെ ഈ കൂട്ടത്തിൽ ഈ ഹാളിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാകും നാളെയുടെ തകഴിമാർ. വാക്കതായിരുന്നു, എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാകും നാളെയുടെ തകഴിമാർ. ബാക്ക് ബെഞ്ചിലിരുന്ന അന്നത്തെ പ്രീ ഡിഗ്രിക്കാരൻ, അന്നത്തെ +2 പേര് പ്രീ ഡിഗ്രിയാണ്, ഞങ്ങളൊക്കെ ചെയ്ത് പ്രീ ഡിഗ്രിയാണ്. അന്നത്തെ പ്രീ ഡിഗ്രിക്കാരൻ അങ്ങനെ മനസ്സിൽ കൊണ്ട് ആലോചിച്ചത്ര, എന്തുകൊണ്ട് എനിക്കൊരു തകഴിയെപ്പോലെ ആയിക്കൂടാ എന്ന്. ആ ചിന്തയിൽ നിന്നാണ്, തകഴിയെപ്പോലെ ആയിക്കൂടാ എന്ന ആ ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ് ആ പ്രീ ഡിഗ്രിക്കാരൻ പിന്നീട് MT വാസുദേവൻ നായർ എന്ന് പറയുന്ന മഹാരഥനായ മനുഷ്യനായി മാറുന്നത്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, ചിലപ്പോൾ ഒരു തരിയായിരിക്കാം, ഒരു കിരണമായിരിക്കാം നമുക്ക് കിട്ടുക, ചിലപ്പോൾ ഒരു ചെറിയ ശീലായിരിക്കാം നമുക്ക് കിട്ടുക, ചെറിയൊരു വാക്കായിരിക്കും നമുക്ക് കിട്ടുക, ഒരു തലോടലായിരിക്കും നമുക്ക് കിട്ടുക. എവിടെയോ ഞാൻ സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട്, മുതിർന്നവർ കേട്ടിട്ടുണ്ടാകും, കുട്ടികൾ എൻ്റെ സ്പീച്ച് അധികം കേൾക്കാത്തതുകൊണ്ട് പറഞ്ഞോട്ടെ. കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ കുഞ്ഞിക്കാരൻ എന്ന പേര് വിളിച്ച് കളിയാക്കുമായിരുന്നൊരു മനുഷ്യന്, ദ ഷോർട്ട് ലെഗർ. കുട്ടികളെല്ലാവരും വിളിക്കൽ ഷോർട്ട് ലെഗർ എന്നാണ്, കുഞ്ഞിക്കാലൻ എന്ന വാക്കാണ്. അപ്പോൾ ഈ കുഞ്ഞിക്കാലൻ എന്ന് വിളിച്ചിട്ട് അവസാനം ആ കുട്ടിക്കാകെ പ്രയാസമായി. അങ്ങനെ വീട്ടിൽ വന്നിട്ട് അമ്മൂമ്മയോട് പറയും, എന്നെങ്ങനെ കുട്ടികൾ വിളിക്കുന്നു എന്ന്. അപ്പോൾ അന്ന് വയസ്സ് ഏകദേശം 9, 10 ആ കുട്ടിയുടെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് അന്ന് അമ്മൂമ്മ വെറുതെ പറഞ്ഞൊരു വാക്ക് ആ കുട്ടി അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്, ഒരു തലോടൽ. ആ അമ്മൂമ്മ പറഞ്ഞ വാക്ക്, മോനെ ഈ കുഞ്ഞിക്കാല് കൊണ്ട് നീ ഇതിഹാസം സൃഷ്ടിക്കുമെന്നാണ്. ഈ കുഞ്ഞിക്കാല് കൊണ്ട് നീ ഇതിഹാസം സൃഷ്ടിക്കും. അമ്മൂമ്മ പറഞ്ഞ വാക്കും കേട്ടിട്ട് ആ കുട്ടി അങ്ങനെ വളർന്ന് വലുതാവുകയാണ്. അവസാനം കഴിഞ്ഞ ലോകകപ്പിൽ ഖത്തറിൽ വെച്ചിട്ട് ലോകകപ്പിൽ ആദ്യത്തെ ഗോൾ അടിച്ചു വീശുമ്പോൾ, തൻ്റെ അർജന്റീന എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ആദ്യത്തെ ഗോൾ അടിച്ചപ്പോൾ ഈ കുഞ്ഞിക്കാരൻ ആകാശത്തിലേക്ക് ഇങ്ങനെ കൈകൾ ഉയർത്തി, 2 വിരലും. അന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, ഞാനും അത് നേരിട്ട് കണ്ടിട്ടുണ്ട്. മീൻസ് അന്ന് ഖത്തറിൽ പോയിട്ട് ആ കളി കണ്ടിട്ടുണ്ട്. എന്ന് പറയാൻ 2 കൈകളും ഇങ്ങനെ വീശി. ഇങ്ങനെ വീശിയപ്പോൾ പത്രക്കാർ വൈകുന്നേരം ചോദിച്ചത്, അഥവാ കളി കഴിഞ്ഞിട്ട് ചോദിച്ചത്, ആദ്യത്തെ ഗോൾ അടിച്ചപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആക്കിയാൽ അത് എന്തായിരുന്നു എന്നാണ്. മൈ ഗ്രാൻഡ് മൈ ഈസ് ദെയർ, എന്നെ കുട്ടിക്കാലത്ത് എന്നെ തലോടിക്കൊണ്ട് കുഞ്ഞിക്കാല കൊണ്ട് നീ ഇതിഹാസം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ അമ്മൂമ്മയുണ്ടവിടെ എന്നായിരുന്നു ആ കുട്ടിയുടെ വാക്ക്. ആ കുട്ടിയുടെ പേരാണ് ദ ഗ്രേറ്റ് ലയണൽ മെസ്സി എന്നുള്ള പേര് നമ്മൾ ആലോചിക്കണം. ഒരു ചെറിയ തലോടൽ മതി, ഒരു ചെറിയ കിരണം മതി, ഒരു അമ്മൂമ്മയുടെ വാക്ക് മതി, സോഷ്യൽ റീഡിങ് മതി. അത് സോഷ്യൽ റീഡിങ്. തൻ്റെ പേരക്കുട്ടിയെ നന്നായി വായിച്ചുകൊണ്ട് അവനെ ഉയർത്താനുള്ള റീഡിങ്, അവൻ ഉയർന്നു പോകുമെന്ന റീഡിങ്, അതിന് സോഷ്യൽ റീഡിങ് എന്നാ പറയാം. അത് ബുക്ക് റീഡിങ് അല്ല, സോഷ്യൽ റീഡിങ്. നിങ്ങളിപ്പോൾ ഇന്നിവിടെ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേരിലുള്ള ലൈബ്രറിയാണ് തുടങ്ങിയിട്ടുള്ളത്. CHനെ കുറിച്ച് ഇവിടെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടാകും, ഹാരിസ് മീരാൻ സാഹിബും പറഞ്ഞു. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, നിങ്ങളിതൊക്കെ കഴിഞ്ഞാൽ പഠിക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് കൂടുതൽ കുട്ടികൾ. ആണോ അല്ലേ? കുറേ കുട്ടികൾ അവിടെ പോയിട്ട് ടച്ച് ചെയ്യാം. മിക്കവാറും കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ടാവും. വെറുതെ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. കുറേ വർഷം മുമ്പ് നിയമസഭ ഇങ്ങനെ നടക്കുകയാണ്, പാർട്ടി ഇതൊക്കെ നമ്മൾ വിട്ടേക്കാം. അന്നത്തെ എല്ലാവരും കൂടി ഇങ്ങനെ ചർച്ച ചെയ്യാൻ. അപ്പം കോയ എന്ന് പറയുന്ന ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്, CH മുഹമ്മദ് കോയ സാഹിബ്. എന്നിട്ട് പറയാണ്, ഞങ്ങൾക്കും വേണം ഒരു യൂണിവേഴ്സിറ്റി എന്ന്. അന്ന് ഇവിടെ ഒന്നും യൂണിവേഴ്സിറ്റി ഇല്ല. ഞങ്ങൾക്കും വേണം, അഥവാ മലബാറിനൊരു യൂണിവേഴ്സിറ്റി വേണമെന്ന്. കാസർഗോഡ് യൂണിവേഴ്സിറ്റി ഇല്ല, കണ്ണൂരില്ല, ഈ പറയുന്ന മലപ്പുറത്തില്ല, വയനാടില്ല, എവിടെ ഇല്ല. എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടൊരു യൂണിവേഴ്സിറ്റി, കുട്ടികൾക്ക് ഉയർന്ന് പഠിക്കാനൊരു യൂണിവേഴ്സിറ്റി. ആ സമയത്ത് അന്ന് ആളുകൾ കളിയാക്കി, കൊട നന്നാക്കുന്നവർക്ക് എന്തിനാണ് യൂണിവേഴ്സിറ്റി? കൊടക്കമ്പി നേരാക്കുന്നവരായി മലബാറുകാരെ കളിയാക്കി. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്, നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല. കൊട നന്നാക്കുന്നവർക്ക് എന്തിനാണ് യൂണിവേഴ്സിറ്റി എന്ന് ആര് പറഞ്ഞു എന്നതൊക്കെ നമുക്ക് വിടാം. ആ മനുഷ്യൻ അന്ന്
ആ നിയമസഭയുടെ ആ തിരുവനന്തപുരത്ത് നിന്ന് തൻ്റെ ജന്മഗേഹമായ അത്തോളിയിലേക്ക് അന്നത്തെ കാറാകുന്ന അംബാസഡറിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സാധനം വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോരുകയാണ്. പത്മിനി എന്നാണ് അതിന് പേര്. പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഓർമ്മയുണ്ട്. ആ കാറും വിളിച്ചുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ അറിയാതെ കാറിലിരുന്ന് കരഞ്ഞരങ്ങം അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് തെരുവിൽ മുഴുവൻ നടന്ന് പ്രസംഗിച്ചു ആ മനുഷ്യൻ. ദാ കാസർഗോഡിൻ്റെ മൂല മുതൽ ഈ ചാവക്കാടിൻ്റെ മൂല വരെ, മലബാർ പരന്ന് കിടക്കുന്ന സ്ഥലം വരെ രാത്രി 1 മണി 2 മണി വരെ ആളുകൾ കാത്തുനിന്നു CH വേണ്ടി. കാരണം അന്ന് പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് കൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞതാകാം, പക്ഷേ ഈ മനുഷ്യൻ്റെ മനസ്സ് വേദനിച്ചു. അന്ന് ദാ നമ്മുടെയൊക്കെ അമ്മൂമ്മമാർ, നമ്മുടെയൊക്കെ ഉമ്മാമ്മമാർ അന്ന് ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ഉമ്മയുടെ ഉമ്മമാർ, അച്ഛൻ്റെ ഉമ്മമാർ, അമ്മമാർ, അങ്ങനെയുള്ളവർ. ആ നിൽക്കുന്ന ആളുകളോട് അന്ന് കോന്തയില കെട്ടിവെക്കുക. സോഷ്യൽ റീഡിങ്ങിൻ്റെ ഭാഗമായി കോന്തലയ്ക്ക് എന്താണെന്ന് പഠിക്കണം കേട്ടോ. എൻ്റെ വീടിൻ്റെ ബാക്കിൽ നിരന്ന് കിടക്കുന്ന പാടാണ്. ഒരു ദിവസം എൻ്റെ കുറേ പെൺകുട്ടികളും മാഷന്മാരൊക്കെ പാട് അവിടെ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വന്നതെന്ന്. അപ്പോൾ പെൺകുട്ടികൾ പറയാം ഞങ്ങൾ നെൽമരം കാണാൻ വന്നതാണെന്ന്. നെൽമരം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ആ പ്രയോഗം. കാരണം ഇന്ന് നെൽമരമൊക്കെ കൊണ്ടേ കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. കുട്ടികൾക്ക് കോന്തൽ അറിയില്ല, കുന്താണി എന്താണെന്നറിയില്ല, ഒരലെന്താണെന്നറിയില്ല, ഒലക്കെന്താണെന്നറിയില്ല, ഒന്നും അറിയില്ല. കാരണം അതൊക്കെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോയി ഒരു തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ തുണി ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അതിൻ്റെ തലപ്പത്തിനാണ് ഈ കോന്തല എന്ന് പറയാം. അതിലാണ് ഇങ്ങനെ കെട്ടിവെക്കുക. 25 പൈസക്ക് എന്തായിരുന്നു പണ്ട് പേരെന്നറിയോ? എന്ന് പറഞ്ഞാട്ടെ, എന്തായിരുന്നു പേര്? 4 അണ. 50 പൈസക്ക് 8 അണ എന്നാ പറയാം. അപ്പം നിങ്ങൾ നിങ്ങളുടെ കോന്തലയിൽ കെട്ടിവെച്ച 4 അണത്തുട്ടുകൾ എറിഞ്ഞതാ. ഞാൻ എൻ്റെ സമൂഹത്തിനൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കട്ടെ എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. കാലം വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ നിങ്ങളുടെ കോന്തലയിൽ കെട്ടിവെച്ച 4 അണത്തുട്ടുകൾ എറിഞ്ഞതാ. ഞാൻ ഈ പാവം മലബാറുകാർക്ക് വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കട്ടെ എന്ന് അദ്ദേഹം നിരന്ന് പ്രസംഗിച്ചു. അങ്ങനെ അന്ന് എറിഞ്ഞു കൊടുത്ത 4 അണത്തുട്ടുകളും 8 അണത്തുട്ടുകളും കൊണ്ട് ആദ്യമായി ഭൂമി വാങ്ങി അവിടെ തുടങ്ങി വെച്ച യൂണിവേഴ്സിറ്റിയുടെ പേരാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ പഠിക്കണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കൈയടിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. വേറെ ലീഗേരെ പ്രസംഗമൊന്നും നിങ്ങൾ കേൾക്കണ്ട. ഗൂഗിൾ ഇറ്റ്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന്. ChatGPTയും നിങ്ങൾ പറയുന്ന സോഷ്യൽ മീഡിയയും ഗൂഗിളുമൊക്കെ ഒറ്റ മറുപടിയെ പറഞ്ഞു തരുള്ളൂ, CH മുഹമ്മദ് കോയ ഈസ് ദ ഫൗണ്ടർ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന്. ആ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേരിലാണ് ഈ ലൈബ്രറി തുടങ്ങി വെക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിപരമായി നമ്മൾ പലതും ആയിരിക്കാം, പക്ഷേ മനുഷ്യന്മാരുടെ ആ ഒരു ദൗത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വായനയിലൂടെ കടന്നു പോകുമ്പോൾ, വായനയുടെ ലോകത്തിൽ കടന്നു പോകുമ്പോൾ വ്യത്യസ്തമായ പുസ്തകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. വ്യത്യസ്തമായ രീതിയിൽ, വ്യത്യസ്തമായ ഭാവത്തിൽ. ആളുകൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ മെസ്സിനെ പറയുമ്പോൾ ഇനി വേറെ ആരെയും പറയില്ലല്ലോ എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, എന്നാലും പറയാം. കുട്ടികൾക്ക് വേണ്ടി പറയാൻ കേട്ടോ, കുട്ടികളെ ഇതാക്കാൻ വേണ്ടിയിട്ട്. 10 വയസ്സ് പ്രായം. നിങ്ങൾക്കറിയാം എന്നെക്കാളും നല്ലതായിട്ട് കഥ. ഭക്ഷണം കിട്ടാതെ ഒരു കുട്ടി പുറത്തേക്ക് ഇറങ്ങുന്നു. അവസാനം ഒരു ബർഗർ കിട്ടിയിരുന്നെങ്കിൽ എന്ന് മോഹിക്കുന്നു. ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവസാനം ഒരു ബർഗർ ഷോപ്പിൽ പോകുന്നു. തനിക്ക് മുമ്പെയും 2 കുട്ടികൾ ഉണ്ടായതുകൊണ്ട് ഭക്ഷണം വീട്ടിൽ തീരെയില്ല. കാരണം അമ്മ അടുക്കള വേലയ്ക്ക് പോകുന്ന ഒരു പാവം അമ്മയാണ്. അടുക്കളപ്പണിക്ക് പോകുന്ന അയൽ വീട്ടുകളിൽ പോയിട്ട് തുടച്ചു കൊടുക്കുന്ന ഒരു പാവം സ്ത്രീയാണ്. ഒന്നും കഴിക്കാനില്ലാതെ നിൽക്കുന്ന സമയത്താണ് ഈ പാവം കുട്ടി ബർഗറും തിരഞ്ഞു പോകുന്നത്. അങ്ങനെയാണ് ഒരു ഷോപ്പിലെത്തുന്നത്. അതിൻ്റെ ഫ്രണ്ടേജിൽ കുറേ കാത്തു നിൽക്കുന്നു. അവസാനം ആരും കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ ബാക്ക് സൈഡിൽ ഒരു പാവം സ്ത്രീക്ക് തോന്നുന്നു ആ കുട്ടി ബർഗറിന് വേണ്ടി വന്നതാണ്. അങ്ങനെ മെല്ലെ ബാക്കോട്ട് വിളിക്കുന്നു അടുക്കളയുടെ ഭാഗത്തേക്ക്. ആ ഒരു വിളിയുണ്ടല്ലോ, അതൊരു മഹാപ്രതിഭയെ വളർത്തിയെടുക്കുന്നൊരു വിളിയായിരുന്നു. ഒറ്റ തലോടൽ മതി. ആ കുട്ടിയെ വിളിച്ചു. അങ്ങനെ ഒരു ബർഗർ കൊടുക്കുകയാണ്. അതും ആ ഷോപ്പുകാരും കാണാതെ കൊടുക്കുകയാണ്. എന്നിട്ട് മെല്ലെ അതും കടിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോന്ന് വിശപ്പ് ഇങ്ങനെ അടക്കിക്കൊണ്ട് പോരുമ്പോൾ ആ കുട്ടി എന്തൊക്കെയോ ചിന്തിച്ചിട്ടുണ്ടാകാം. ആ കുട്ടി പിന്നീട് വലുതായി വളർന്ന് പന്തലിച്ച് തൻ്റെ രാജ്യത്ത് പിന്നീട് വന്നിറങ്ങുമ്പോൾ എയർപോർട്ടിൻ്റെ പേര് പോലും തൻ്റെ പേരാണ്, ദ ഗ്രേറ്റ് റൊണാൾഡോ എന്ന പേരാണ്. ആ രാജ്യത്തിൻ്റെ എയർപോർട്ടിൻ്റെ പേര് പോലും അതാണ്.
അവസാനം തൻ്റെ രാജ്യത്ത് വന്ന് ഈ സ്ത്രീയെ തേടി പുറപ്പെടുന്നു. ആ സ്ത്രീ അവിടെയൊന്നുമില്ല, എങ്ങോട്ടോ പോയിട്ടുണ്ടെന്ന്. കാലം കുറേ കഴിഞ്ഞു, കാരണം ഇപ്പോൾ 40 വയസ്സായി അദ്ദേഹത്തിന്. ഞാൻ പറഞ്ഞത് 30 കൊല്ലം മുമ്പ് നടന്ന കഥയാണ്. അപ്പോൾ ഈ സ്ത്രീ എവിടെയും കാണുന്നില്ല. തൻ്റെ രാജ്യത്തൊരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് അദ്ദേഹം വിഷമത്തോടുകൂടി, ആ ഇൻ്റർവ്യൂ ഇപ്പോഴും നിങ്ങൾക്ക് ഗൂഗിളിൽ കാണാം, അഥവാ യൂട്യൂബിൽ കാണാം. ആ സങ്കടത്തോടെ പറയുന്നു, അവരെ ഇപ്പോൾ എവിടെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാന്ന്. ആ ഇൻ്റർവ്യൂ പിന്നെ ആ സ്ത്രീ കാണുന്നു. ആ സ്ത്രീ കണ്ടിട്ട് പിന്നെ ബന്ധപ്പെടുന്നു. അവസാനം ആ രാജ്യത്തെ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റ് അന്നത്തെ ബർഗറിന് പകരമായി ദ ഗ്രേറ്റ് റൊണാൾഡോ അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു, എന്നെന്നും ജീവിക്കാൻ വേണ്ടിയിട്ട്. അത് സോഷ്യൽ റീഡിംഗ് ആണ്. തന്നെ തലോടിയ ഒരു മനുഷ്യൻ്റെ, തന്നെ തലോടിയ ഒരു പാവം സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനം. ഇപ്പോൾ ഇവിടെ ടീച്ചേഴ്സ് ഉണ്ടാകും ഒരുപാട്. ഇവിടെ ആരൊക്കെയോ ടീച്ചേഴ്സ് ഇരിക്കുന്നു. ഞാൻ ഈ കുട്ടികളോട് പറഞ്ഞോട്ടെ, ഈ ടീച്ചേഴ്സിനെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ടീച്ചേഴ്സിനെ വായിക്കണം നമ്മൾ, അതൊരു വായന വേറെയാണ്. രുക്മിണി ടീച്ചർ, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ വായിച്ച, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും എൻ്റെ കുട്ടിക്കാലത്ത് അധ്യാപികയിൽപ്പെട്ട ഒന്ന് സുലോചന ടീച്ചറും ഒന്ന് ഇതേപോലെ ഉഷ ടീച്ചറുമാണ്. ഇപ്പോഴും ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ അവരുടെ അടുക്കൽ പോവാറുണ്ട്. കാരണം നമ്മളൊന്ന് പഠിക്കുന്ന കാലഘട്ടത്തിൽ അത്ര പഠിക്കാൻ പറ്റിയില്ല. അത് നിങ്ങളെ പറഞ്ഞാൽ പ്രചോദനമാകൂല എന്ന് വിചാരിച്ചിട്ട് വല്ലാണ്ട് പറയുന്നില്ല. ബാക്ക് ബെഞ്ചിൽ അങ്ങനെ ഇരിക്കും. പിന്നെ മിമിക്രിയിൽ ഫസ്റ്റായിരുന്നു. മിമിക്രിയിൽ ജില്ലയിൽ ആ കാലത്ത് ഫസ്റ്റ് ഞാനായിരുന്നു മിമിക്രിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിമിക്രി ആയിട്ട് ഇങ്ങനെ അന്നും ഇന്നൊക്കെ മമ്മൂട്ടിയുടെ ശബ്ദം നന്നായിട്ട് എടുക്കും. ഇന്നൊക്കെ അത്ര കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് വേണ്ട, അത് ക്യാമറയിലൊക്കെ പോകണ്ട്. പിന്നെ മൂപ്പര് മിമിക്രിയും കൂടി ആയി എന്നറിയുമ്പോൾ അപ്പോൾ അതൊക്കെ എടുക്കും. അമിതാഭ് ബച്ചൻ്റെ ശബ്ദം, അതേപോലെ അങ്ങനെ കുറേ ആൾക്കാരുടെ ശബ്ദം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അന്ന് അതിൻ്റെ പിന്നാലെ ആയതുകൊണ്ട് വല്ലാണ്ട് പഠിക്കാൻ പറ്റിയില്ല. ചുരുക്കി പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ എത്തിയ സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ച് 10ാം ക്ലാസ്, അന്ന് ആകെ ക്ലാസ്സിൽ പാസ്സാകുന്ന ആൾക്കാർ 4-5 ആൾക്കാരാണ് കേട്ടോ. 60 കുട്ടികളുടെ ക്ലാസ്സിൽ നിന്ന് 92-ലാണ് ഞാൻ SSLC എഴുതിയേ. 92 എഴുതുമ്പോൾ അന്നത്തെ ഒരു ഹിസ്റ്ററി പ്രകാരം 3-4 ആൾക്കാർ പാസ്സാവും. ഉഷ ടീച്ചർ ഇങ്ങനെ വന്നിട്ട് ചെവി പിടിച്ചിട്ട് ഒരിക്കലും മുന്നിലവിടെ കൊണ്ടുവന്നിരുത്തി. ആദ്യത്തെ ദിവസം ചെവി പിടിക്കാനൊന്നും വന്നില്ല. ആദ്യത്തെ ദിവസം വേറെ, അതാ ചരിത്രത്തിലേക്ക് പോകുന്നില്ല, അതൊരു ഇതാണ്. സബ് ജില്ലാ പരിപാടിക്ക് വേണ്ടി പോയപ്പോൾ ഇത് ചോദിച്ചു ഞാൻ, എന്താ പറയുക, ദേശീയ പതാക. അന്ന് ഞങ്ങൾക്ക് ടാബ്ലോയും അവതരിപ്പിക്കാനുണ്ട്, മിമിക്രി അവതരിപ്പിക്കാനുണ്ട്. അപ്പോൾ ടാബ്ലോൻ്റെ സമയം വന്നപ്പോഴാണ് അവിടെ, അന്നൊരു സെൻസും ഇല്ലല്ലോ ആൾക്കാർക്ക്, കാരണം ഇതിലൊക്കെ കണ്ടൊക്കെ മത്സരം ഉണ്ടാവും. എനിക്ക് മിമിക്രി ഒറ്റ മത്സരമാണ്, ടാബ്ലോ ഗ്രൂപ്പ് മത്സരമാണ്. അപ്പോൾ ഈ ദേശീയ പതാക വാങ്ങിക്കുന്നത് എന്തിനാ? ഞങ്ങളുടെ മതസൗഹാർദ്ദം, ഒരാൾ അച്ഛനും ഒരാൾ ഉസ്താദും ഒരാൾ സ്വാമിജിയായിട്ട്, അങ്ങനെയൊക്കെയല്ല ഇപ്പം നമുക്കന്ന് ഐഡിയ ഉള്ളൂ. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ കണ്ടല്ലോ, പ്രവീണ് സ്വാമിയായിട്ടും അവനക്ക് അന്നേ കുറച്ച് കുമ്പുണ്ട്. അതുകൊണ്ടൊരു സ്വാമിയായിട്ടും മുസ്തഫ എന്ന് പറഞ്ഞ ആളെ അവനെ പിടിച്ചിക്കാണ്ട്, അവന് പിന്നെ ഉപ്പിമ്മയൊക്കെ അത്ര ശ്രദ്ധിക്കാത്തതുകൊണ്ട്, ഉപ്പ ഗൾഫിലൊക്കെ ആയതുകൊണ്ട് അവനെ പിടിച്ച് അച്ഛനും ആക്കി. എന്നെങ്ങാനും അച്ഛനോ മറ്റോതോ ആക്കിയിട്ടുണ്ടെങ്കിൽ പെരേന്ന് ചീത്തറിയെന്ന് വിചാരിച്ചാൽ ഞാൻ ഉസ്താദുമായി. ചുരുക്കി പറഞ്ഞാൽ എന്തായി എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ടാബ്ലോ അവതരിപ്പിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് എന്തായി നമ്മൾ കൊണ്ടുപോവാണ്. ഈ ടാബ്ലോ തരുമ്പോൾ തന്നെ കുറുപ്പുമാഷ് പറഞ്ഞു, എന്ത് ഇത് കൊണ്ടുപോയിട്ട് എന്താക്കരുത്, കളയരുത് എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ആയിക്കോട്ടെ എന്ന് ഞാനും സമ്മതിച്ചു. പക്ഷേ എന്താണെന്ന് അറിഞ്ഞൂടെ, കുറുപ്പുമാഷ് പറഞ്ഞവർ അതാണ്ട് പോയി, ആരോ പൊക്കിക്കൊണ്ടായി. അപ്പോൾ കുറുപ്പുമാഷെ സംബന്ധിച്ചിടത്തോളം ഈ പതാക കളഞ്ഞ കുട്ടിയാണ് ഞാൻ. അതുകൊണ്ട് അത്ര ഒരു ഇമ്പ്രഷൻ ഇല്ല. ദേശീയ പതാക അന്ന് എല്ലായിടത്തും കിട്ടൂല, ആകെ സ്കൂളിലുള്ള പഴയ 14 കൊല്ലമായിട്ടുള്ള പതാകയായിട്ടാണ്. അതുകൊണ്ട് ഞാൻ 10C മാറ്റാൻ വേണ്ടി പറയാം. 10C കുറച്ച് പഠിക്കുന്ന കുട്ടികളാണ്. അതായത് B എന്ന് പറഞ്ഞാൽ മലയാള കുട്ടികൾ, A എന്ന് പറഞ്ഞാൽ അറബി കുട്ടികൾ, C എന്ന് പറഞ്ഞാൽ മലയാളം അറബിയും കൂടി ഉള്ള കുട്ടികൾ, ബാക്കിയുള്ള. അപ്പോൾ അവിടെ പഠിക്കുന്നവർ മിക്സ് ആയിരിക്കും. അപ്പോൾ അങ്ങോട്ട് മാറ്റാൻ പറഞ്ഞപ്പോൾ എന്നോട് കുറുപ്പ് സാർ പറഞ്ഞു, തന്നെ പോലെയുള്ളവർക്കൊന്നും പഠിക്കാനുള്ള ക്ലാസ് അല്ലടേ 10C എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു തെക്കനായിരുന്നു. അപ്പോൾ എനിക്ക് സങ്കടമായി. ആ വാക്ക് ഉഷ ടീച്ചർ കേട്ടതുകൊണ്ടാണ് രാവിലെ തന്നെ ചെവിക്ക് പിടിച്ച് കൊണ്ടുവന്നിട്ട് എന്താക്കിയത്, മുന്നിൽ തന്നെ ഇരുത്തിയത്. ആദ്യത്തെ ദിവസം കൊണ്ടുവന്നിരുത്തി ഞാൻ ബാക്കൊക്കെ പോയി. ഞാൻ കുട്ടിയൊക്കെ പ്രചോദനത്തിന് പറയുകയാണ്, ഞാൻ വലിയ സംഭവമായിട്ട് പറയല്ല. ബാക്കൊക്കെ തന്നെ പോയി, പിറ്റേ ദിവസം കൊണ്ടുവന്ന് അങ്ങനെ തന്നെ പോയി. പിറ്റേ 3ാമത്തെ ദിവസം ആ വേദന എപ്പോഴും ഇവിടെ ഉള്ള പോലെ എനിക്ക് തോന്നും. അങ്ങനെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഉസ്മാൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തി. ഉസ്മാൻ എന്ന് പറഞ്ഞാൽ ഒരാളോടും മിണ്ടാത്തൊരു യത്തീംഖാന കുട്ടിയാണ്. എന്താ ചേറൂർ സ്കൂൾ ഒരു യത്തീംഖാനയുമായി ബന്ധപ്പെട്ടതാണല്ലോ, ഒരു യത്തീംഖാന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ അടുത്ത് ഇരിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അന്നിട്ട്. പിന്നെ എൻ്റെ പ്രധാനപ്പെട്ട കമ്പനിയായി. അപ്പോൾ അന്ന് അവൻ, ഞാൻ വീണ്ടും പോവുമെന്ന് വിചാരിച്ചിട്ട് അവൻ അതിമനോഹരമായി സുന്ദരമായ ലെറ്ററിൽ എനിക്കൊരു വാക്കെഴുതി തന്നു. അതായിരുന്നു എന്നെ പ്രചോദിപ്പിച്ച ആദ്യത്തെ വാക്ക്. അധ്യാപകരെക്കാൾ എന്നെ പ്രചോദിപ്പിച്ചത് ഈ ഒരു കൂട്ടുകാരൻ്റെ വാക്കാണ്. അവനത് എവിടുന്നോ കാണാതെ പഠിച്ചതാകാം. ലൈഫ് ഈസ് ലൈക്ക് എ ലുക്കിംഗ് ഗ്ലാസ്, ഇഫ് യു ഫ്രോൺ ഇറ്റ് വിൽ ഫ്രോൺ, ഇഫ് യു സ്മൈൽ ഇറ്റ് വിൽ സ്മൈൽ ബാക്ക്, സോ യു വിൽ ബി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കത്തുകൾ എഴുതി. അവൻ എഴുതിയ വാക്കിതാണ്, ലൈഫ് ഈസ് ലൈക്ക് എ ലുക്കിംഗ് ഗ്ലാസ്. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു നോക്കുന്ന കണ്ണാടി പോലെയാണ്.
നോക്കുന്ന കണ്ണാടി പോലെ. ഇഫ് യു സ്മൈൽ ഇറ്റ് വിൽ സ്മൈൽ ബാക്ക്. നീ അതിനോട് ചിരിച്ചാൽ അത് നിന്നോട് തിരിച്ച് ചിരിക്കും. ഇഫ് യു ഫ്രോൺ ഇറ്റ് വിൽ ഫ്രോൺ. അത് അന്ന് ഫ്രോണൊന്നും എനിക്ക് അറിഞ്ഞൂടാ, FRAWN ആണ്. എന്ന് വെച്ചാൽ നീ അതിനോട് മുഖം ചുളിച്ചാൽ അത് നിന്നോട് മുഖം ചുളിക്കും. ദാറ്റ് ഈസ് ലൈഫ്. അതുകൊണ്ട് നീ നല്ല ഏറ്റവും ഹാപ്പി ആയിട്ട് നടക്കുക എന്നൊരു കുറിപ്പെഴുതി തന്നു. അന്നു മുതലാണ് ചെറുതായിട്ടൊന്ന് പഠിക്കണമെന്നൊക്കെ തോന്നിയത്. അതൊരു കൂട്ടുകാരൻ്റെ ഒരു വാക്കിൻ്റെ ഹേതുകമാണ്. അങ്ങനെ പിന്നീട് കാലങ്ങൾക്ക് ശേഷം 50ാമത്തെ വാർഷികം സ്കൂളിൻ്റെ, ആ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി ഏറ്റവും വലിയ ആന ചേന എന്നൊക്കെ പറഞ്ഞാൽ എന്നെ കൊണ്ടുപോയി. നമ്മളതൊന്നും അല്ലെങ്കിലും അന്നാണ് എനിക്ക് ആകപ്പാടെ പ്രതികാരം ചെയ്യാൻ പറ്റിയത്. അന്ന് കുറുപ്പ് മാഷെ എന്താണെന്ന് പറഞ്ഞ ഒരു ആദരിക്കലുണ്ട്. ഞാൻ വ്യക്തിൻ്റെ പേര് പറയാതെ ഈ കഥ അവിടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, എന്നെ നിങ്ങൾ വിട്ടേക്കിൻ. ഏത് സാറന്മാർ നീ ഒന്നിനും പറ്റാത്തവനാണെന്ന് എന്നോട് പറഞ്ഞാലും, നീ പഠിക്കാത്തവനാണെന്ന് പറഞ്ഞാലും, ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്നു പോകാൻ നമുക്ക് പറ്റണം. ഓരോ വിദ്യാർത്ഥികൾക്കും പറ്റണം. ആര് നമ്മളെ കുറ്റപ്പെടുത്തിയാലും ശരി, അതായിരിക്കണം ഓരോ വിദ്യാർത്ഥികളും. പഠനത്തിനേക്കാൾ മികച്ചത് വായനയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പഠനത്തിനേക്കാൾ മികച്ചത് വായനയാണ്. ഇന്ന് രാവിലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പം എന്ത്, ഈ നേരത്തിന് എണീക്കൂല, അങ്ങോട്ടാക്കൂല ഇങ്ങോട്ടാക്കൂല. ഉമ്മമാരെപ്പോഴും ഒരു ചൊറായിട്ട് നിങ്ങൾക്ക് തോന്നലില്ലേ? ഉണ്ടോ ഇല്ലേ? ഉമ്മമാരും തന്നെ. ചില കുട്ടികൾ തള്ളയെന്നൊക്കെ വിളിക്കാറുണ്ട്. പാവങ്ങളാണ് അവരെ നിങ്ങൾ ഒരിക്കലും മോശമായിട്ട് കാണല്ലേ. നിങ്ങൾക്ക് വേണ്ടിയെല്ലാം. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയത് എന്നാണെന്നറിയോ? എന്നാണെന്നറിയോ? നിങ്ങൾ 9ാം ക്ലാസ്സിലെത്തിയപ്പോഴാ. നിങ്ങളുടെ സ്മാർട്ട്നെസ് കണ്ടപ്പോൾ, നിങ്ങളുടെ സ്നേഹം കണ്ടപ്പോൾ, നിങ്ങളുടെ ഭാവം കണ്ടപ്പോൾ, നിങ്ങളുടെ ഭംഗി കണ്ടപ്പോൾ, പല കാരണങ്ങളെ കൊണ്ടും കുട്ടികളെ ഇഷ്ടപ്പെടും. പക്ഷേ ഗർഭമായി എന്നുള്ള ആ ഒരു ദിവസം അറിഞ്ഞത് മുതൽ ഡോക്ടർ അവരോട് പറഞ്ഞു നിങ്ങൾ പ്രഗ്നൻ്റാണ് എന്ന്. അന്ന് മുതൽ കൈയുണ്ടോ കാലുണ്ടോ നിറമേതാ ഒന്നും അറിയാതെ തൻ്റെ മോള് തൻ്റെ മോന് എന്ന് പറഞ്ഞ് ഈ വയറ്റത്ത് കൈവച്ച് ഉറങ്ങിയിട്ട് സന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന പാവം സ്ത്രീയുടെ പേരാണ് അമ്മ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് മാത്രം വേണ്ടി. ഈ ലോകത്തിൽ ആരും നിങ്ങളെ സ്നേഹിച്ചാലും അതിന് പകരമാകില്ല, ഒരിക്കലും പകരമാകില്ല. ആ അമ്മയോടുള്ള ആ അമ്മയെ വായിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഇന്ന് വായനയാണ് നമ്മുടെ സബ്ജക്റ്റ് എന്നതുകൊണ്ടാണ്. അമ്മയെ വായിക്കാൻ പറ്റണം. അമ്മയുടെ ഇന്നലകൾ, അമ്മയുടെ ജീവിതങ്ങൾ, അമ്മ എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ വ്യാപ്തികൾ, അത് വായിക്കാൻ നമുക്ക് പറ്റണം. അപ്പം ഞാൻ പറഞ്ഞു, അഥവാ പഠനത്തേക്കാൾ മികച്ചത് വായനയാണ്. ആ വായന കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സഞ്ചരിക്കണം, പറ്റുന്നത്ര സഞ്ചാരം. ഇന്ത്യ തന്നെ സഞ്ചരിച്ചാൽ കുറേ സഞ്ചരിക്കാനുണ്ട്. ആ സഞ്ചാരം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്കൊരു ചിന്ത വരാനുണ്ട്. ആ ചിന്ത പിന്നൊരു എഴുത്തായി വരാനുണ്ട്, അല്ലെങ്കിൽ പ്രഭാഷണമായി വരാനുണ്ട്. അങ്ങനെ നിങ്ങൾ പിന്നീട് എന്തായിരിക്കണം? സ്റ്റേജിലും പേജിലും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാകണം. അതാകാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ വായന ഇവിടെ തുടങ്ങുന്നത്. അതാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കുറച്ച് കുസൃതി, ഞാൻ എന്നെക്കുറിച്ച് പറയല്ലോ കേട്ടോ, എങ്ങനെ വായനയിലേക്ക് വന്നു എന്ന് പറയാം. കുറച്ചൊക്കെ വായിക്കുന്ന ആളായിട്ട്. എനിക്കൊരു പെങ്ങളുണ്ട്, ഫാത്തിമ എന്നവളെ പേര്. ഞങ്ങൾ 2 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഉപ്പ ഞാൻ ജനിച്ച അന്ന് തന്നെ ഉള്ള ബോംബെയിലൊക്കെയാണ്. പിന്നെ ട്രാവൽസ് തുടങ്ങി പെങ്ങളെ പേരിൽ. പെങ്ങൾ ജനിച്ചേക്ക് തന്നെ ഫാത്തിമ ട്രാവൽസ് ബോംബെയിൽ, ഫാത്തിമ ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കണ്ട് അസൂയാണ്ട് തോന്നിയിട്ട്, കാരണം എല്ലാം അവളെ പേരിൽ. എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠൻ്റെ പേരിലൊന്നുമില്ല, എൻ്റെ പേരിലൊന്നുമില്ല. അല്ലെങ്കിൽ ഈ സുലൈമാൻ ട്രാവൽസ് എന്ന് പറഞ്ഞൊരു രസം ഇല്ലേനും. ഏതായിരുന്നാലും ശരി, ചുരുക്കി പറഞ്ഞാൽ എല്ലാം പെങ്ങളെ പേരിൽ. ബോംബെയിൽ പോകുമ്പോൾ ബോംബെയിലെ ബിൽഡിങ്ങിൻ്റെ പേര് ഫാത്തിമ ബിൽഡിംഗ്, ഫാത്തിമ ട്രാവൽസ്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഇവളോടാണ്ട് അസൂയ തോന്നിയിട്ട് എന്നും ഞങ്ങൾ സൺഡേ അടി എന്ന് പറഞ്ഞാൽ അടി. അതിങ്ങനെ നടക്കണതിലിടയ്ക്ക് ജ്യേഷ്ഠനൊരു ബുദ്ധി തോന്നി. ജ്യേഷ്ഠനേക്കാൾ ഒരു 3 വയസ്സ് മൂത്തതാണ്. അവൻ അന്ന് പട്ടണക്കാവിലെ സാംസ്കാരിക നിലയത്തിൻ്റെ ലൈബ്രറി ഉണ്ട്. മേൽപ്പത്തൂർ വേറെ ലൈബ്രറി ഉണ്ട്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ നാടാണ്. പരമപൂജതീയ ആദ്യതീർത്ഥ ജഗദ്ഗുരു ശ്രീ മഹാജിപതി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി സ്വാമികൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്നെ. അപ്പോൾ അവിടെയും ലൈബ്രറി ഉണ്ട്. അപ്പം ഞാനന്ന് ലൈബ്രറി ഒന്നും അറിയില്ല. അന്ന് ആകെ അറിയുന്നത് ബാലമംഗലത്തിലെ ഡിങ്കൻ കഥാസ്വാം ചിത്രീകരണം ബേബി, പിന്നൊന്ന് മായാവി, ലുട്ടാപ്പി, വിക്രമൻ, മുത്തു, ഡാഗിനി, കുട്ടൂസൻ, ഇതൊക്കെ നമുക്കറിയുള്ളൂ ആകെപ്പാടായി. അതൊരു വായന തന്നെയാണ്. ആ വായനാ സമയത്താണ് ഇവനൊരു പുസ്തകം കൊണ്ടുവന്നിരുന്നത്, ഒരു ചെറിയ പുസ്തകം. എന്നിട്ട് എന്നോട് പറഞ്ഞ് വാപ്പോ ഇത് എന്നെ വായ്പൊന്ന് വീട്ടിൽ വിളിക്കുന്നതിന് പേര്, വാപ്പോ ഇതൊന്ന് വായിക്കണം എന്ന്. എനിക്കറിയില്ലായിരുന്നു. അവന് സൈക്കോളജി ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. അവൻ നന്നായിട്ട് വരക്കും, നന്നായിട്ട് പാടും. സത്യത്തിൽ പണ്ട് മറ്റേ ബ്രൂട്ടസ് പറഞ്ഞ മാതിരി അവനും അവൻ ഞാനും ആകേണ്ട ആളായിരുന്നു. എൻ്റെ ജ്യേഷ്ഠനാരും അറിയില്ല, പക്ഷെ അവനാ നന്നായിട്ട് വരക്കും, നന്നായിട്ട് പാടും. രണ്ടുണ്ട് അവൻ്റെ കയ്യിൽ.
വരാമെന്ന് പറഞ്ഞാൽ എൻ്റെ അന്നത്തെ ബോക്സിൽ മമ്മൂട്ടിനൊക്കെ വരച്ച് തന്നിട്ട് ആ ബോക്സായിട്ട് ഇങ്ങനെ പോകുമ്പോൾ കുട്ടികളൊക്കെ പാടെ പിന്നാലെ വരുമായിരുന്നു, അതേമാതിരി ഞങ്ങൾക്ക് വരച്ചോ എന്ന് വെച്ചിട്ട്. അത്ര ഭാവം കൂടി വരയ്ക്കാൻ കലാകാരന്മാർക്ക് കല വരയ്ക്കാൻ പറ്റും, പക്ഷേ ഭാവം വരയ്ക്കാൻ കുറച്ച് പ്രയാസമാണ്. ആ ഭാവത്തെ പോലും വരക്കും. അത്ര നല്ല കലാകാരനായിരുന്നു അന്ന് സ്കൂളിലെ. അതുകൊണ്ട് അവനെ എന്ത് ചെയ്തു, അന്ന് നന്നായിട്ട് വായിക്കും അവനെ ചെറുപ്പത്തിൽ തന്നെ. അപ്പോൾ അവനത് കൊണ്ടുവന്നു. എനിക്കന്നൊരു 10-11 വയസ്സുണ്ടാവും, അവനൊരു 10-14 വയസ്സുണ്ടാവും. ആ സമയത്തൊരു പുസ്തകം കൊണ്ടുവന്നു. ആ പുസ്തകം ഇങ്ങനെ വായിച്ചപ്പോൾ, ആ പുസ്തകത്തിൻ്റെ പേര് മുട്ടത്തു വർക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന കഥയായിരുന്നു. അത് വായിച്ചവരൊന്ന് കൈപ്പൊക്കിയാട്ടെ. അയ്യവ, ഇത് അടിപൊളി കുട്ടികളാണല്ലോ. ഒന്ന് ഉറക്കെ കയ്യടിച്ചു കൊടുത്താട്ടെ. ഈ പെൺകുട്ടികളൊക്കെ ഇത് വായിച്ചിട്ടുണ്ടല്ലോ, ഒരു കുടയും കുഞ്ഞു പെങ്ങളും. ചിലപ്പോൾ അവിടുത്തെ ഇരിക്കണം മുതിർന്നവരെ വായിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അതിലാ രംഗങ്ങളൊക്കെ എപ്പോഴും ഓർമ്മയില്ലേ നിങ്ങൾക്ക് അല്ലേ? അച്ഛൻ മരിച്ചു പോകുന്നു, അങ്ങനെ 2 കുട്ടികൾ അനാഥമാകുന്നു, ആങ്ങളെയും പെങ്ങളും. ഒരാങ്ങളെയും ഒരു പെങ്ങളുമാണ്. വായനയാണത്. മുറ്റത്തു വർക്കി അതിമനോഹരമായി പിക്ചറൈസ് ചെയ്തിട്ടുള്ള വായന. ഈ 2 കുട്ടികൾ അനാഥമാകുന്നു. അവസാനം രണ്ടാനമ്മ ഇവരെ വളർത്തുന്നു. ആ രണ്ടാനമ്മയുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നു. എന്നും പ്രശ്നങ്ങളും വീട്ടിൽ ജോലി ചെയ്യിപ്പിക്കലും അതോടൊപ്പം തന്നെ ചട്ടകം പഠിപ്പിച്ചിട്ട് അവരെ വേദനിപ്പിക്കലും ഒക്കെയായിട്ട് ഇവർ സങ്കടപ്പെടുകയാണ്. അച്ഛനാകട്ടെ ജോലി ഭാരം കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. അച്ഛനോട് പറഞ്ഞാൽ തന്നെ രണ്ടാനമ്മയുടെ സൈഡ് ചാരിക്കൊണ്ട് ഈ കുട്ടികളെ ഒറ്റപ്പെടുത്തലും. അങ്ങനെ ആ ഒരു കുട്ടിക്കാലം ഇങ്ങനെ നടക്കുന്നതിലിടക്കാണ് ഈ ആങ്ങള എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു ദിവസം സ്കൂളിലേക്ക് പോവാണ്. സ്കൂളിലേക്ക് പോകുമ്പോൾ മഴ പെയ്യുന്നു. മഴ പെയ്യുന്ന സമയത്ത് തൻ്റെ പെങ്ങളെ ഒരു കുടയിൽ നിർത്തുന്നു ആങ്ങള നിർത്തുന്നു. ആ സമയത്ത് ആ കുട്ടി ഈ പെങ്ങളെ പിടിച്ചു തള്ളുന്നു, ചളിവെള്ളത്തിൽ വീഴുന്നു. ആ സങ്കടം കൊണ്ട് വല്ലാത്ത പ്രയാസത്തിൽ ഈ പെങ്ങളെ മഴയത്ത് കൂട്ടിപ്പിടിച്ച് കഴിയുന്നൊരാങ്ങളയുണ്ട്. നിനക്ക് ഞാൻ കുടയും കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അന്ന് രാത്രി പുറപ്പെടുന്നൊരാങ്ങള. നിനക്കെന്തായാലും ഞാനൊരു കുട കൊണ്ടുവരാം. അങ്ങനെ കുടയ്ക്ക് വേണ്ടി പോയതാണ്. പിന്നെ അവൻ പല ജോലികളായി അതായി ഇതായി ജീവിതത്തിൽ തിരിച്ചു വരാൻ പറ്റാതെ ജീവിതത്തിൻ്റെ ഏതോ ഭാഗങ്ങളിൽ ഒതുങ്ങിക്കഴിയുന്നു. പെങ്ങളെന്തായി എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കും. പക്ഷെ അവൻ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. ജീവിതത്തിൻ്റെ കുറേ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും അതിമനോഹരമായിട്ട് മുറ്റത്ത് വർക്കി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടെ ഈ കുട്ടി ഒറ്റപ്പെട്ടതിൻ്റെ പേരിൽ ഒരു ഡോക്ടർ ഈ കുട്ടിയെ, മക്കളില്ലാത്തൊരു ഡോക്ടർ ഈ കുട്ടിയെ ഏറ്റെടുക്കുന്നു. ഞാൻ കഥ ചുരുക്കി പറയാം, നിങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് പറയാം. അവിടുന്ന് എൻ്റെ വായനയുടെ തുടക്കം. അങ്ങനെ ഈ കുട്ടിയെ ഏറ്റെടുക്കുന്നു. ആ കുട്ടിയെ ഏറ്റെടുത്ത് ആ കുട്ടിയെ പഠിപ്പിച്ച് ഡോക്ടറാക്കി മാറ്റുന്നു. അവൾ MBBS ഒക്കെ കഴിഞ്ഞ് ആങ്ങളെയെന്നും കാത്തിരിക്കും. പക്ഷെ ആങ്ങളയുടെ ഒരു വിവരം പോലുമില്ല. ആ പ്രദേശം വിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് അവൾ യാത്രയായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഡോക്ടർ അവളെ കൊണ്ടുപോയതാണ്. കാലങ്ങൾക്ക് ശേഷം ഇവനൊരു കുടയും കൊണ്ടുവരികയാണ് നാട്ടിലേക്ക്. എന്നോ പോയ കുടയാണ്, എന്നോ കണ്ടുവച്ച കുടയാണ്. ആ കുടയും കൊണ്ടുവരികയാണ്. കുടയും കൊണ്ടുവന്ന് തൻ്റെ നാട്ടിൽ അന്വേഷിക്കുമ്പോൾ ആ കുട്ടി ആരോ കൊണ്ടുപോയി എന്ന് കേൾക്കുന്നു പെങ്ങളെ. അവസാനം ഇവനിങ്ങനെ ഒരു കടയിലിരുന്നിട്ട് പരിപ്പ് വടയും ചായയും കുടിക്കുമ്പോൾ ഒരു നല്ല കാറിൽ തൻ്റെ പെങ്ങളിങ്ങനെ പോകുന്നത്. കാലങ്ങൾ കുറേ കഴിഞ്ഞു പോയാലും സ്നേഹബന്ധത്തിൻ്റെ ഒരു മുഖം മറക്കാൻ കഴിയാത്തത് കൊണ്ട് ആ പെങ്ങളിങ്ങനെ പോകുമ്പോൾ മുട്ടത്തു വർക്കി അതിമനോഹരമായ ആ കാറിൻ്റെ പിന്നാലെ ഓടുന്ന ആങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. കാണാതെ പോകുന്ന പെങ്ങളെയും ആ കൊടയും പിടിച്ചുകൊണ്ട് മോളെ എന്ന് വിളിച്ചുകൊണ്ട് പായുന്ന പെങ്ങളെ മലയാള മനസ്സ് ഇന്നും മറന്നിട്ടില്ല. അവസാനം ആ കല്യാണ വീട്ടിലേക്ക് എത്തുന്നു. അവളുടെ കല്യാണത്തിൻ്റെ തലേന്ന് അങ്ങോട്ട് എത്തുന്നു. ആ എത്തുന്ന സമയത്ത് ഇവനെ കൊടുക്കാനൊരു സമ്മാനവുമില്ലാത്തത് കൊണ്ട് പഴയ ആ ഒരു എന്ത് കൊടുക്കുന്നു, ആ കുട കൊടുക്കുന്നു. ആ കുട ഇങ്ങനെ കൊടുത്തിട്ട് അതിങ്ങനെ നെഞ്ചോട് ചേർത്തിട്ട് ആങ്ങളെയും പെങ്ങളും പഴയ രൂപത്തിൽ ഒന്നായി മാറുന്നു. ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന സുന്ദരമായ കഥ നല്ല രീതിയിൽ വായിച്ച ഒരാൾക്ക് പിന്നെ പെങ്ങളോടുള്ള വല്ലാത്ത ശാഠ്യവും ദേഷ്യമൊക്കെ ഉണ്ടല്ലോ, അതവിടെ ഇല്ലാണ്ടാവും. അങ്ങനെയാണ് എനിക്കെൻ്റെ പെങ്ങളോടുള്ള വൈര്യങ്ങളൊക്കെ ഇല്ലാണ്ടായത്. അപ്പോൾ ഒരു വായന മനുഷ്യൻ്റെ ജീവിതത്തിൽ പല എഫക്റ്റുകൾ ഉണ്ടാക്കും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ കുട്ടികളും ആ ഒരു രീതിയിൽ എന്താക്കണം, വായിച്ച് വളരുന്ന കുട്ടികളാക്കണം. നമ്മൾ വായിക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൈക്കോളജിയാണ് എൻ്റെ സബ്ജക്റ്റ്. പക്ഷേ ഞങ്ങൾ വായനയുടെ ലോകത്തിലേക്ക് വന്നത് ഇവിടെ ഇരിക്കുമ്പോൾ പറയാമല്ലോ. ഇപ്പോൾ ഈ കോട്ടക്കൽ പറപ്പൂർ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും സമദാനി സാഹിബിനെ അറിയാം. സമദാനി സാഹിബ് ഞങ്ങളെ 17 വയസ്സ് മുതൽ വളർത്തിയെടുത്തൊരു രീതിയുണ്ട്. 7 വർഷം. അത് ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പോൾ അന്ന് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഞങ്ങളൊരു 10-30 വിദ്യാർത്ഥികളുണ്ട്. 20-30 ഇടയിൽ കൃത്യമായ എണ്ണം എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾക്ക് മഹാപ്രതിഭകളാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അദ്ദേഹം തുടങ്ങിയ ഒരു പ്രസ്ഥാനമായിരുന്നു അത്. ആയില്ലേ എന്നുള്ളതൊക്കെ വേറെ കാര്യമാണ്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് 17 വയസ്സൊക്കെയാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കും. പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് എത്തുന്നത്. 94-ൽ 92 SSLC 94 അവിടെ എത്തുന്നു. അങ്ങനെ എത്തി
അന്ന് അദ്ദേഹം ചെയ്തിരുന്നൊരു പണി എന്താണെന്നറിയോ? ഇതപ്പോൾ ലീഗിൻ്റെ ആൾക്കാരും KMCC ആൾക്കാരും എടുക്കുന്നതുകൊണ്ട് അവരുടെ ഒരു MP കുറിച്ചിട്ട് തന്നെ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഡിഗ്രിക്ക് റാങ്കുകാരനാണ്, PGക്ക് ഫസ്റ്റ് റാങ്കുകാരനാണ്. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം പഠിച്ച PGയിലെ 1ാം റാങ്കുകാരനാണ് ജനാബ് MP അബ്ദുൽ സമദ് സമദാനി സാഹിബ്. അതും കൂടി നമ്മൾ പഠിക്കണം. അന്ന് ഞങ്ങളോട് ചെയ്തിരുന്നൊരു പരിപാടിയുണ്ട്, വായനയുമായി ബന്ധപ്പെട്ടത് പറയുമ്പോൾ അത് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾ ഈ 30ഓളം ആൾക്കാർക്ക് ഓരോ പുസ്തകം കണ്ടു തരും. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥശാലയിൽ വെറൈറ്റി പുസ്തകങ്ങളാണ്, എല്ലാ ടൈപ്പ് പുസ്തകങ്ങളുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ തന്നെ അതുമായി ബന്ധപ്പെട്ടതാണ്. കോളേജ് ലെക്ചറായിരുന്നു, പിന്നെ ഇങ്ങനെ ആയതാണല്ലോ. ഏതായിരുന്നാലും ശരി, അദ്ദേഹം ഞങ്ങൾക്ക് ഓരോ പുസ്തകം തരും. അത് ചിലർക്ക് ലിറ്ററേച്ചർ, ചിലർക്ക് ഹിസ്റ്ററി, ചിലർക്ക് ഫിലോസഫി, ചിലർക്ക് സൈക്കോളജി, ഇങ്ങനെ പല പുസ്തകം തരിക. എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ സിനോപ്സിസ് എഴുതണം. ഞാൻ പറയാം, ആ വർക്ക് ഈ കുട്ടികളിൽ നടന്നാൽ ഈ കുട്ടികൾ വലിയ ഉയർച്ചയിലേക്ക് പോകുന്നതാണ്. നമ്മൾ വായിക്കണം എന്നൊന്നും പറഞ്ഞാലൊന്നും കുട്ടികൾ വായിക്കൂല കേട്ടോ. അതൊരു ആക്ഷനിലേക്ക് കൊണ്ടുവന്നാലേ എന്താവുള്ളൂ, വായിക്കുള്ളൂ. ഇദ്ദേഹം അന്ന് ചെയ്തിരുന്ന പണിയിൽ 30 പുസ്തകം ഞങ്ങൾക്ക് കണ്ടു തരും, ഓരോരുത്തർക്ക് ഓരോന്ന്. ഞങ്ങൾ അതിൻ്റെ കംപ്ലീറ്റ് സിനോപ്സിസ് എഴുതണം. സിനോപ്സിസ് എഴുതണം എന്നുണ്ടെങ്കിൽ അത് A to Z വായിക്കണം. A to Z എന്ന് പറയാൻ പാടില്ല കേട്ടോ. എന്താ പറയേണ്ടത്? A to Z. അങ്ങനെയാണ് ഒരു യൂറോപ്യൻ പ്രയോഗം, അങ്ങനെയാണ്. നമ്മൾ A to Z എന്നിങ്ങനെ പറഞ്ഞാൽ ശീലിച്ചതാണ്. A to Z എന്നേ പറയൂ. I am coming from എന്ന് പറയരുത്. അങ്ങനെ ടീച്ചേഴ്സ് പഠിപ്പിച്ച് തന്നാലും ടെക്സ്റ്റിലുള്ള ഇപ്പോൾ അവർക്ക് പഠിപ്പിച്ച് തരാൻ പറ്റില്ല. പുറത്ത് പോകുമ്പോൾ നിങ്ങൾ I am coming from എന്ന് പറയരുത്, കം ഫ്രം എന്നേ പറയാൻ പാടും, അല്ലെങ്കിൽ I am from എന്നേ പറയാൻ പാടും. കാരണം ING ഫോം ഉപയോഗിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ നമ്മളോട് ചോദിക്കും, എന്ത്, വൈ യു ആർ യൂസിങ് ING ഫോം ഹിയർ, ബിക്കോസ് യു ആർ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ എന്ന് പറയും. നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്, എന്തിനാണ് ഇവിടെ ING ഫോം ഒക്കെ ഉപയോഗിക്കുക എന്ന് പറയും. കാരണം വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ING ഫോം ഉപയോഗിക്കുമ്പോൾ. അത് പോട്ടെ, അത് നിങ്ങൾ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് റെക്ടിഫൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങൾക്കിത് അങ്ങനെ സിനാപ്സിസ് എഴുതും. സിനാപ്സിസ് എന്ന് പറഞ്ഞാൽ രത്ന ചുരുക്കാണ്. A to Z നമ്മളത് എഴുതി തയ്യാറാക്കണം. എന്നിട്ട് വെള്ളിയാഴ്ച ദിവസം രാവിലെ മൂപ്പരെടുത്തത് കൊണ്ടുവന്ന് കൊടുക്കണം. ഞങ്ങൾ അധ്യാപകനാണല്ലോ, അതുകൊണ്ട്. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഈ 30 ആൾക്കാർ പ്രസംഗിക്കും. ഈ പ്രസംഗത്തിൽ ഒരിക്കലും ഈ സിനാപ്സിസ് നോക്കാൻ പാടില്ല. സിനാപ്സിസ് നോക്കാനേ പാടില്ല. കാരണം ഈ സിനാപ്സിസ് ഒക്കെ തലയിൽ കയറ്റണം. സിനാപ്സിസ് നോക്കൽ ആരാന്നറിയോ? മൂപ്പര് അതിങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഓരോന്ന് തരും. 7 വർഷം എത്ര പുസ്തകം വായിച്ചിട്ടുണ്ടാവും എന്നറിയോ? ഇപ്പോൾ പലതും ഓർമ്മ ഉണ്ടാവില്ല. ആ സിനാപ്സിസ് കംപ്ലീറ്റ് മൂപ്പരുണ്ടാവും. പിന്നല്ലേ നമുക്ക് മനസ്സിലായത്, ഞങ്ങൾ ഈ 30 ആൾ വായിക്കണ വിവരം മൂപ്പര് കിട്ടും. മനസ്സിലായോ? നല്ല രസകരമായ പ്രസംഗങ്ങൾ, പ്രബന്ധങ്ങൾ, ഗ്രന്ഥങ്ങൾ, ഗ്രന്ഥശാലകൾ, പഠനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ, തിരലുകൾ, ഇങ്ങനെ കൊണ്ടുപോയി. ഇപ്പോൾ അന്നുണ്ടായിരുന്ന കുട്ടികളോട് അവരൊക്കെ പഠിച്ച ചിലപ്പോൾ ലിറ്ററേച്ചറാകാം. ലിറ്ററേച്ചറിനെ കുറിച്ച് ചോദിച്ചാൽ അവർക്കറിയും എന്താണ് ട്രാജഡി, എന്താ കോമഡി, എന്താ ട്രാജിക് കോമഡി, എന്താ കോമിക് ട്രാജഡി, ഇതൊക്കെ അവർ പറഞ്ഞുതരും. ഷേക്സ്പിയർ ആരാ, ലിയോ ടോൾസ്റ്റോയ്, കീറ്റ്സ് ആരാ, ഷെല്ലി ആരാ, ഗഥെ ആരാണ്, വില്യം ഷേക്സ്പിയർ ആര്, വില്യം വേർഡ്സ്വർത്ത് ആര്, അതേമാതിരി തന്നെ ദസ്തേവിസ്കി ആര്, ഇതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ പറഞ്ഞു തരും. അതോടൊപ്പം ഫിലോസഫിയിലേക്ക് കടക്കുന്ന സമയത്ത് എന്താണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന്, എന്താണ് അതിലെ ഫിലോസഫി എന്ന്, എന്താണ് ഈ പറയുന്ന പിന്നെ നമ്മുടെ പഴയ കാലഘട്ടത്തിലെ പിന്നെ പല രീതിയിലുള്ള റസൽസിൻ്റെ ചിന്തകളെന്ന്, ഇതേപോലെ തന്നെ ബ്രൂട്ടസിൻ്റെ ഓരോ ചിന്തകളെന്ന്, ഇങ്ങനെ ഓരോരോ ഫിലോസഫികൾ, പൊളിറ്റിക്സ് അവർ പറഞ്ഞു തരും. എന്താണ് ഇസമെന്ന്, എന്താണ് ഗാന്ധിസം, എന്താണ് മാർക്സിസം, എന്താണ് ലെനിസം, എന്താണ് കൺഫ്യൂഷാനിസം, എന്താണ് നെഗോറിസം, എന്താണ് ഈ പറയുന്ന ബുദ്ധിസം, എന്താണ് സിക്കിസം, എന്താണ് കൺഫ്യൂഷാനിസം, എന്താണ് നെഗോറിസം, എല്ലാം അവർ പറഞ്ഞു തരും. കാരണം ഇതെല്ലാം അവർക്ക് വായിക്കാനുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞാൽ പിന്നീട് അവർ ഹിസ്റ്ററി, എന്താണ് ആൻഷ്യൻ്റ് ഹിസ്റ്ററി, എന്താ മിഡീവൽ ഹിസ്റ്ററി, എന്താ മോഡേൺ ഹിസ്റ്ററി, ഈ കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. ഏകദേശം 300ഓളം കൊല്ലം പഴക്കമുള്ള ഹിസ്റ്ററിയെ ഇപ്പോൾ പിഴുതു മാറ്റാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നു. ഞാൻ രാഷ്ട്രീയം പറയല്ല. 300 കൊല്ലത്തെ ഇന്ത്യ ചരിത്രം എടുത്ത് പിഴുതെറിയാൻ വേണ്ടി പോകുന്നു. അതിൽ പിഴുതെറിയാൻ പോകുന്നത് ഏതൊക്കെയാണെന്നറിയോ? ആ പിഴുതെറിച്ചലിൽ പല കാര്യങ്ങളുണ്ട്. അതിൽ താജ്മഹലുണ്ട്, പലതുണ്ട്. അത് പോട്ടെ, ആ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ 300 കൊല്ലത്തിൻ്റെ ഹിസ്റ്ററി അറിയണമെങ്കിൽ ആരാണ് ബാബർ എന്ന്, ആരാണ് ഹുമയൂൺ എന്ന്, ആരാണ് അക്ബർ എന്ന്, ആരാണ് ഷാജഹാൻ എന്ന്, ആരാണ് ഔറംഗസീബ് എന്ന്, അതേപോലെ തന്നെ ഇതൊക്കെ പഠിക്കണമെങ്കിൽ എന്താക്കണം? നമ്മളതിലൂടെ വായിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ ഹിസ്റ്ററിയുടെ ഭാഗം വേറെ, ഫിലോസഫിയുടെ ഭാഗം വേറെ, അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗം വേറെ. ഇതൊക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് സിവിൽ സർവീസ് ചെയ്യണമെന്ന് ഉദ്ദേശമുണ്ടെന്ന് വിചാരിക്കും. ഈ പറഞ്ഞ ലോകത്തിലൂടെ എല്ലാം നിങ്ങൾ കടന്നു പോകണം. അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾ പഠിക്കണം, എക്കണോമിക്സ് പഠിക്കണം, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കണം, മാത്തമാറ്റിക്സിൻ്റെ ലോജിക്ക് പഠിക്കണം, പോളിറ്റിക്സ് പഠിക്കണം, ഹിസ്റ്ററി പഠിക്കണം, ജോഗ്രഫി പഠിക്കണം, ജിയോളജി പഠിക്കണം. എല്ലാം പഠിച്ചാലേ സിവിൽ സർവീസ് തലയിലേക്ക് കയറ്റാൻ പറ്റൂ. അപ്പം ഇത്തരം വായനയിലൂടെ കടന്നു പോയാൽ അത് വെറുമൊരു വായനയല്ല, ആ വായനയുടെ മറ്റൊരു ലോകം കൂടി
നിങ്ങൾക്ക് തുറന്ന് കിട്ടുകയാണ്. അതിമനോഹരമായ ലോകം. അപ്പോൾ ചിലപ്പോൾ കവിതയുടേതുണ്ടാകും. ചില കവിതകൾക്ക് വലിയ കാര്യങ്ങൾ പറയാനുള്ളത് ചെറിയ രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. ചെറിയ രൂപത്തിൽ ചിലപ്പോൾ 2 വരികളെ കൊണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് ഉണ്ടായിരുന്നല്ലോ. കുഞ്ഞുണ്ണി മാഷിനെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? കുറച്ചൊക്കെ പഠിക്കാണ്ടാവും നിങ്ങൾക്കല്ലേ. കണ്ണുപാടില്ല കാന്തന്, കാതുപാടില്ല കാന്തക്കും, എങ്കിൽ ബന്ധം കാന്തമായിടും, അല്ലെങ്കിൽ അത് കുന്തമായിടും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗമാണ്. ആകെ ഒറ്റ വരിയുള്ളൂ. കണ്ണുപാടില്ല കാന്തന്, കാതുപാടില്ല കാന്തക്കും, എങ്കിൽ അത് ബന്ധം കാന്തമായിടും, അല്ലെങ്കിൽ അത് എന്താ അത് പറഞ്ഞതിൻ്റെ അർത്ഥം? ഒറ്റ വരിയുള്ളൂ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഭർത്താവ് എപ്പോഴും ഇങ്ങനെ ഭാര്യനിങ്ങനെ നോക്കിയിട്ട് ഭാര്യ ആരോടൊക്കെ സംസാരിക്കണം എന്നുള്ളൊരു കണ്ണുപാടില്ല കാന്തന്. കാന്തൻ എന്ന് പറഞ്ഞാൽ ഭർത്താവാണ്. ഓളിപ്പോൾ ആരോടൊക്കെ സംസാരിച്ചു, ആരോടൊക്കെ ഇതാക്കി, അങ്ങനെയാക്കി ഇങ്ങനെയാക്കി, ഇങ്ങനെ സംശയത്തിൻ്റെ കണ്ണുണ്ടായാൽ പ്രശ്നമാണ്. കാതുപാടില്ല കാന്തനും, മനസ്സിലായോ? അല്ല, കാന്തക്കും. കാതുപാടില്ല കാന്തക്കും. ഭർത്താവ് അവിടെ പോയിരുന്നു, ഭർത്താവ് ഇവിടെ പോയിരുന്നു, ഭർത്താവ് യാത്രയിൽ എങ്ങനെയില്ല ഇങ്ങനെ, ആ കാതു കണ്ട് ഒഴിവാക്കുക. കണ്ണുപാടില്ല കാന്തന്, കാതുപാടില്ല കാന്തക്കും, എങ്കിൽ ബന്ധം കാന്തമായിടും, അല്ലെങ്കിൽ അത് കുന്തമായിടും. എത്ര മനോഹരമായ പ്രയോഗമാണ്. പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ ചെറിയ കുട്ടികളാണെന്നാലും പറയാം. എത്ര ഡെപ്തിൽ വരികയെന്നൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ചൂടാതെ പോയി നീ നിനക്കായി ഞാൻ എൻ്റെ ചോര ചാറി ചുമപ്പിച്ച പനിനീർ പൂവുകൾ, കാണാതെ പോയി നീ നിനക്കായി ഞാൻ എൻ്റെ പ്രാണൻ്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ, ഒന്നു തൊടാതെ പോയി നിനക്കായി തുടിക്കുമെൻ തന്ത്രികൾ, അന്തമാം സംവത്സരങ്ങൾക്കുമക്കരെ, അന്തമിഴാത്തതാം ഭൂമികൾക്കിക്കരെ, കുങ്കുമം ചാറി ചുമപ്പിച്ച ശരത്കാല സന്ധ്യയാണെന്നും എനിക്കോമനെ, ദുഃഖമാണെങ്കിലും നിന്നെക്കുറിച്ചുള്ള ദുഃഖം എന്താനന്ദമാണ് എനിക്കോമനെ എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര രസകരമായിട്ട് 2 വരികളിലൂടെ പ്രിയപ്പെട്ട കവി അതിനെ ആവിഷ്കരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? അദ്ദേഹം അത് ചെല്ലുന്നത് കാണാൻ നല്ല രസമാണ്. ചൂടാതെ പോയി നീ നിനക്കായി ഞാൻ എൻ്റെ ചോര ചാറി ചുമപ്പിച്ച പനിനീർ പൂവുകൾ. നമുക്കങ്ങനെ ചെല്ലാൻ കഴിയില്ല, മൂപ്പരെല്ലാം രസമായിട്ട് ചെല്ലും. കാണാതെ പോയി നീ നിനക്കായി ഞാൻ എൻ്റെ പ്രാണൻ്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ. എത്ര ഡെപ്താന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. കാണാതെ പോയി നീ നിനക്കായി ഞാൻ എൻ്റെ ചോര ചാറി ചുമപ്പിച്ച പനിനീർ, എൻ്റെ കരൾ ചോര ചാറിയിട്ട് ചുമപ്പിച്ച പനിനീർ പൂവുണ്ടായിരുന്നു നിനക്ക് വേണ്ടി കാത്തുവെച്ച, അത് നീ കാണാതെ പോയില്ലേ. ചൂടാതെ പോയി നീ പിന്നെ കാണാതെ പോയി നീ നിനക്കായി ഞാൻ എൻ്റെ പ്രാണൻ്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ, എൻ്റെ ആത്മാവിൻ്റെ പിന്നിൽ നിനക്ക് വേണ്ടി കുറിച്ചിട്ട വാക്കുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം നീ കാണാതെ പോയില്ലേ. അപ്പോൾ ഒരു വലിയൊരു സംഭവത്തിനെ 2 വരികളിലൂടെ അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്. 2 വരികളിലൂടെ. അത് വായിച്ചാലേ നമുക്ക് മനസ്സിലാകൂ, പറഞ്ഞാൽ നമുക്കതറിയില്ല. ഓരോ സംഭവങ്ങളും അങ്ങനെയാണ്. എന്ത് രസമാണ്. നമ്മളിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കണ്ടാലാണ്ട് ആടും. കുട്ടികൾ അങ്ങനെയാണ്. എന്താ അതിൻ്റെ അർത്ഥം ഒന്നും ആലോചിക്കൂല. കല എന്താണ്? ഗോറി ഗോറി മുക്കിടപ്പി കല്ല ചഷ്മ. അപ്പം നമ്മൾ ആടാൻ തുടങ്ങും. പാട്ടായി എന്ന് പറഞ്ഞിട്ട് എന്താ അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞാട്ടെ. ഗോറി ഗോറി മുക്കിടപ്പി കല്ല ചഷ്മ. നല്ലൊരു ഹിന്ദി പാട്ടാണ്. അർത്ഥമൊന്നും അറിയില്ല, ആട് തന്നെ നമ്മൾ. അതിൻ്റെ പച്ച മലയാളം എന്താണെന്നറിയോ? ഗോറി ഗോറി മുക്കിടെ, വെളുത്ത മുഖത്തിൽ, കല ചഷ്മ, കറുത്ത കണ്ണട. മലയാളത്തിൽ പാടിയാൽ ഇങ്ങനെയാണ്: വെളുത്ത മുഖത്തിൽ കറുത്ത കണ്ണട. നിങ്ങൾ അതിനാടൂ. അപ്പോൾ ഇത് ഹിന്ദിയാന്ന് വിചാരിച്ചിട്ട് നമ്മളെന്തിനതിന് ആടണമെന്ന് അർത്ഥമൊക്കെ ആലോചിച്ചിട്ട് കാടിയാൽ പോരെ. മനസ്സിലായോ? നമ്മൾ വെറുതെ ഇങ്ങനെ അങ്ങനെ ആട് തന്നെ ഒറ്റാട്ടം. എന്താ അതിൻ്റെ അർത്ഥം ഒന്നും ആലോചിക്കില്ല. കുട്ടിയൊക്കെ ഒരു മ്യൂസിക് കണ്ട് വന്നാൽ മതി. ഈ അടുത്തിടെ ഇറങ്ങിയൊക്കെ പാട്ടുകൾ വളരെ വൾഗറാണ് അല്ലേ? അതിൻ്റെ ചോര ചന്തിയിട്ട് ഞാൻ അതാക്കി എന്നൊക്കെ പറഞ്ഞാൽ ഒരു തരം പൈശാചിക പാട്ടുകളൊക്കെ ഏറ്റെടുക്കാൻ നമ്മളുണ്ട്. അതിന് ക്ലവറായിട്ട് അത് നടപ്പിലാക്കാൻ ആളുകളുണ്ട്. ചില സിനിമകൾ വരെ അങ്ങനെ അട്ടിമറിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ അണിയറ പ്രവർത്തകർ. ലിബറലിസം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സിനിമകൾ, ചിലതൊക്കെ വളരെ പ്രശസ്തരായ നടന്മാരായേക്കാം. ഒരു ആൺകുട്ടി ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നു. പഠിച്ചിട്ട് ആൾ തിരിച്ചു വരുമ്പോഴേക്കും അവിടെ ഒരു പെൺകുട്ടിയെ പിന്നെ പ്രണയിക്കുന്നു. ആ കുട്ടിയിലൊരു കുട്ടിയുണ്ടാകുന്നു. ആ കുട്ടിയെയും കൊണ്ട് വരുന്ന സമയത്ത് അച്ഛൻ പറയുന്നു നോ പ്രോപ്പ് എന്ന് പറയുന്ന മോഹൻലാൽ അച്ഛനും മകനായിട്ട് പൃഥ്വിരാജും. ബ്രോ ഡാഡി എന്നതിന് പേരും ബ്രോ ഡാഡി.
ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നെ വിമർശിക്കല്ല, നമുക്കൊക്കെ ആൾക്കോ മെയിൽ ചെയ്യാമല്ലോ. ആകെ പൃഥ്വിരാജിന് ജീവിതത്തിലൊരു മെയിൽ ചെയ്തത് അത് നിങ്ങൾ അഭിനയിക്കേണ്ടുന്ന സിനിമയല്ലായിരുന്നു, കാരണം മൂപ്പര് നിലപാടുള്ള നടനാണ്. അപ്പം ചില ആളുകളുടെ ചില ആക്ഷൻസ് നമ്മളെ ത്രസിപ്പിക്കുന്നു, എന്നിട്ട് ആ വഴിക്ക് നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നു. ബസൂക്ക എന്ന് പറയുന്ന സിനിമ ഇറങ്ങി, സംഭവം മമ്മൂട്ടിയുടെ സിനിമയാണ്. ഞാൻ ഈ സിനിമ അങ്ങനെ പോയി കാണലൊന്നുമില്ല, എന്നാലും അതൊക്കെ വിലയിരുത്തണമല്ലോ. നമ്മളതിൻ്റെ തുടക്കം ഇങ്ങനെ ഇത് പിന്നെ മറ്റന്നാൾ ഇന്നിറങ്ങിയ മറ്റന്നാൾ നമുക്ക് കിട്ടുമല്ലോ ഈ സാധനം. അപ്പോൾ ഏതായിരുന്നാലും ശരി, അതിലിങ്ങനെ ആദ്യത്തിൽ ചളിയിൽ കാല് വന്ന് പതിക്കുന്നു. ഒരു ഭയങ്കരമായിട്ട് ഗെയിമുകൾ കളിപ്പിച്ചിട്ട് ആളുകളെ വഴിതെറ്റിപ്പിക്കുന്ന ഒരു വലിയ വില്ലൻ അവതരിപ്പിക്കുന്നു. അങ്ങനെ ഈ ബസൂക്ക ആരാണെന്ന് അറിയാതെ നമ്മൾ വൈകുന്നേരം വരെ ഇരുന്നത് ഇടങ്ങറാകുന്നു. അവസാനം എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെ തകർക്കാൻ വേണ്ടി നായകൻ വരുന്നു. ആ നായകനും വരും കൂടി കോൺഫ്ലിക്റ്റ് ആയിട്ട് അവസാനം ഒരു ഫൈറ്റ് സീനൊക്കെ ആയിട്ട് ഇതൊക്കെ തകർക്കുമെന്ന് വിചാരിക്കുമ്പോൾ അവസാനം ബസൂക്ക എന്ന് പറഞ്ഞ ആൾ നായകൻ തന്നെ, മമ്മൂട്ടി തന്നെ അതിൽ ബസൂക്ക. ഗെയിം കളിയിലൂടെ കുട്ടികൾ എന്നിട്ട് അവസാനം ഇങ്ങനെ ആടി പോകുന്ന നമ്മൾ ചില മെഗാ സ്റ്റാറുകൾ, ചില സൂപ്പർ സ്റ്റാറുകൾ, വലിയ വലിയ ആൾക്കാരൊക്കെ എല്ലാ സിനിമയും അവതരിപ്പിക്കാൻ നമ്മൾ ഏറ്റെടുക്കരുത്. ചില ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ഉള്ളതിനെ നമ്മൾ ഏറ്റെടുക്കരുത്. കാരണം വായിക്കുന്ന കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ, വ്യത്യസ്തമായി മനസ്സിലാക്കുന്ന കുട്ടികൾ വേറെയാണ്. ഒരു പൊളിറ്റീഷ്യൻ ഇവിടെ വന്നിട്ട് പ്രസംഗിക്കാമെന്ന് വിചാരിക്കൂ. ഇഫ് ഇറ്റ് ഇസ് BJP, മാർക്സിസ്റ്റ് ലീഗ് ഓർ കോൺഗ്രസ്, ഏത് ലീഗിൽപ്പെട്ട, ഏത് മാർക്സിസ്റ്റിൽ ഏത് കോൺഗ്രസിൽപ്പെട്ട ആളാണെന്ന് വിചാരിക്കട്ടെ. ലീഗിലും കോൺഗ്രസിലും പെട്ടവരെന്ന് പറയില്ല കേട്ടോ, എന്നാലും ഞാൻ പറയാണ്, ആര് പറഞ്ഞാലും നിങ്ങൾ വർഗീയപരമായി അങ്ങനെയാകണം, നിങ്ങളുടെ അയൽവക്കത്ത് ജീവിക്കുന്നവരെ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ വന്ന് പ്രസംഗിച്ചാൽ ഡയറ്റ് ടു സേ സലാം, അവരോട് സലാം പറയാൻ നമ്മൾ ധൈര്യം കാണിക്കണം. ആ പൊളിറ്റിക്സ് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കണം. അതാണ് വായിക്കുന്നവൻ്റെ ജോലി, അതാണ് ചിന്തിക്കുന്നവൻ്റെ ജോലി. ആ വായനയുടെ ലോകത്തിലേക്ക് നിങ്ങൾ എത്തും. നിങ്ങൾ ഐഡൻറ്റിറ്റി ഉള്ളവരാണ്, നിങ്ങൾ യഥാർത്ഥ വിശ്വാസമുള്ളവരാണ്, മനുഷ്യനെ നന്നായി കാണേണ്ടവരാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് അതിലേക്ക് ഒഴുകേണ്ടവരല്ല. നിങ്ങൾ സീരിയസ് ആയിട്ട് വായിക്കുമ്പോൾ, ഫിക്ഷൻസിലൂടെ കടന്നു പോകുമ്പോൾ, സ്കൂളിലേക്ക് വരുന്ന സമയത്ത് തെരുവോരത്ത് നിന്നിട്ട് ഒരു ബൈക്കിൽ നിന്നൊരു കുട്ടി നമ്മളെ വിളിക്കുന്നു, ഏതൊരു പയ്യൻ. ആ പയ്യൻ വിളിച്ചിട്ട് പറയുന്നു, മോളെ ഇന്നടത്തേക്കുള്ള വഴി എങ്ങനെയാണ്, നിങ്ങളത് പറഞ്ഞു കൊടുക്കുന്നു, അപ്പം നിങ്ങൾക്കൊരു മിഠായി തരുന്നു. ആര് പറഞ്ഞു നിങ്ങൾ അവൻ്റെ കയ്യിൽ നിന്ന് മിഠായി വാങ്ങിക്കാൻ? ആ മിഠായി കഴിച്ചപ്പോഴേക്ക് നിങ്ങൾ വേറൊരു ലോകത്തിലേക്ക് എത്തുന്നത് പോലെ തോന്നുന്നു. അവസാനം അത് കഞ്ചാവ് മിഠായിയാണെന്ന് പിന്നെ നിങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ചിന്തിക്കുന്ന കുട്ടികൾക്ക് ആ വഴിയിലേക്ക് പോകാൻ കഴിയില്ല, മനസ്സിലാക്കുന്ന കുട്ടികൾക്ക് അതിലേക്ക് പോകാൻ കഴിയില്ല. ചതിക്കുഴികൾ ഓരോരുത്തരും തിരിച്ചറിയും. ഹായ് എന്ന മെസ്സേജ് നട്ടപ്പാതർക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ മറുപടി കൊടുക്കേണ്ടവളല്ല എന്ന് തിരിച്ചറിയാൻ വായിക്കുന്ന, പഠിക്കുന്ന നല്ല കുട്ടികൾക്ക് കഴിയും. കാരണം യു ആർ ദ ലീഡേഴ്സ്, നിങ്ങൾ ലീഡേഴ്സാണ്. ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കുട്ടികളുടെ കൂട്ടത്തിൽ ഒരുവളല്ല, നിങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യേണ്ട ഒരാളാണ്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, നിങ്ങളുടെ ലൈഫിനെ നോക്കിയിട്ട് ഫോളോ ചെയ്യേണ്ട ആളുകളാണ്. ഞങ്ങളെ നാട്ടുകാരനായിരിക്കും ഇദ്ദേഹം എന്ന് ഞാൻ ഊഹിക്കുന്നു. ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണാറുണ്ട്. ഞാൻ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യാമെന്ന് വിചാരിക്കല്ലോ കേട്ടോ, ഇതൊരു ബൈ പരിപാടിയൊന്നുമല്ല. എന്നാൽ എനിക്ക് മൂപ്പരുടെ ഈ വ്ളോഗ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം മൂപ്പർ അങ്ങനത്തെ സാധന ചെയ്യാം, കുറച്ചും കൂടി നന്നായിട്ട് വലിയ പ്രൊജക്റ്റൊന്നും ചെയ്യാതെ അതിമനോഹരമായി മനുഷ്യനൊക്കെ ഒന്ന് സ്നേഹിച്ച് തലോടി ഓമനിച്ച് അതിമനോഹരമായിട്ടാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് നമുക്കത് ഇഷ്ടമാണ്, കാരണം അത് സമൂഹത്തിൽ ചെയ്യേണ്ടുന്ന ഒരു ജോലിയാണ്. ഇന്നലെ ഞാൻ അനിൽ മുഹമ്മദ് സാറ് വിളിച്ചിട്ടാണ് ഞാൻ പരിപാടിക്ക് പോയത്. ഡോക്ടർ അനിൽ മുഹമ്മദ്, കൊല്ലത്തുള്ള കരുനാഗപ്പള്ളിയിൽ. അദ്ദേഹം സൊസൈറ്റിയെ വായിക്കുന്ന ഒരു സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ദൗത്യങ്ങളുണ്ട്, ചില വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അദ്ദേഹത്തെക്കുറിച്ച്. പക്ഷേ സമൂഹത്തെ വായിക്കുന്ന ഒരാളാണ്, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ്. അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന, പഠിക്കുന്ന ഉന്നതരായ കുട്ടികളായിട്ട് നമ്മൾ മാറണം. അതിമനോഹരമായി നമ്മൾ ആ ഒരു ലോകത്തിലേക്ക് എത്തണം. വായന നമുക്ക് തുറന്നു തരുന്നത് അക്കാഡമിക്സ് മാത്രമല്ല, മനുഷ്യനാകാനുള്ള ഒരു രൂപം കൂടിയാണ്. മനുഷ്യനാകാനുള്ള കാത്തിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാത്തിരിക്കുന്ന, ഭർത്താവാണോ മറ്റാണോ എന്നൊന്നും അതിൽ തെളിയുന്നില്ല, വിമല എന്ന് പറയുന്ന പെൺകുട്ടിയോട് മരണത്തിൻ്റെ മുഖം നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന അതിമനോഹരമായൊരു ചോദ്യമുണ്ട്. സർദാർജി ചോദിക്കുകയാണ്, മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട്, മോളെ വിമല, നീ മരണത്തിൻ്റെ മുഖം കണ്ടിട്ടുണ്ടോ? ഇല്ല എന്ന് പറയുന്ന സമയത്ത് നാ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് മല ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന സർദാർജി, പഹാഡി ഗാനങ്ങൾ മുഴക്കുന്ന സർദാർജി, മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സർദാർജിയെ, നിമിഷനേരം കൊണ്ടിങ്ങനെ തൻ്റെ കണ്ണിൽ നിന്ന് അകന്നു പോകുന്ന സർദാർജിയെ നോക്കു നിൽക്കുന്ന വിമലയെ ഒരിക്കലും നമ്മൾ മറക്കില്ല. അതിമനോഹരമായ MT വാസുദേവൻ നായർ എഴുതിയ കൃതിയിലെ മഞ്ഞു എന്ന കൃതിയിലെ കഥാപാത്രമാണിത്.
അവസാനം കടൽ ഭാഗത്ത് പുഴ ഭാഗത്ത് നിന്ന് അവസാനത്തെ തോണിയും വരുമ്പോൾ ബുദ്ധൂസ് പറയാണ്, ബുദ്ധൂസ് അച്ഛനെ കാത്തിക്കുകയാണ്. ബുദ്ധൂസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ട് അതിൽ. വിമലയാകട്ടെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് തോണി വന്നിട്ട് അതിലില്ലെന്ന് കാണുമ്പോൾ വരുമായിരിക്കും അല്ലേ മേം സാബ്, ഇനി ഒരു കൊല്ലം കഴിയണം അതുവഴി തോണി വരാൻ, ഒരു കൊല്ലത്തെ കാത്തിരിപ്പ് ഇനിയും തുടരണം, വരും അല്ലേ മേം സാബ്, വരും, വരാതിരിക്കില്ല. മഞ്ഞ് അവിടെ അവസാനിക്കുകയാണ്. വരും, വരാതിരിക്കില്ല എന്നുള്ള ആ ഒറ്റക്കുത്തിൽ MT വാസുദേവൻ നായർ അവതരിപ്പിച്ച ആ ഒരു കൃതി കാലങ്ങളോളം വിമലയ്ക്ക് വേണ്ടി വിമലയുടെ ഭർത്താവിനെ കാത്തിരിക്കുന്ന മലയാളക്കരയുണ്ട്. ചക്കിമരക്കാത്തി ചത്തു എന്ന് തൻ്റെ പ്രിയപ്പെട്ട കറുത്തമ്മയുടെ അരികിൽ പോയിട്ട് അമ്മ ചത്തു എന്ന് പറയുമ്പോൾ, അമ്മ പോയി എന്ന് പറയുമ്പോൾ കരഞ്ഞു കലങ്ങുന്ന പാവം ചക്കിമരക്കാത്തി ചത്തു എന്ന് പറയുമ്പോൾ കറുത്തമ്മയുടെ കരച്ചിലിനെ തലോടിയ പരീക്കുട്ടിയെ കേരളം മറക്കാറില്ല. വായനയാണത്. തൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് അപഗ്രഥനങ്ങൾ. വായനയുടെ ലോകം സാഹിത്യമുണ്ട്, കവിതയുണ്ട്, ഫിലോസഫിയുണ്ട്, ഹിസ്റ്ററിയുണ്ട്, ഇതേപോലെ തന്നെ സോഷ്യോളജിയുണ്ട്, സൈക്കോളജിയുണ്ട്, മാനവരാശിയുടെ മൊത്തത്തിൽ ചരിത്രങ്ങളുണ്ട്, ആൻഷ്യൻ്റുണ്ട്, മിഡീവലുണ്ട്, മോഡേണുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ വായനയുടെ വായിച്ച് ഈ ലോകം മുഴുവൻ കീഴടക്കാൻ പറ്റുന്ന നോളേജിൻ്റെ ത്രാണിത്തമുള്ളവരായി ഈ കുട്ടികൾ മാറണം. അതിനെ ലൈബ്രറി നിമിത്തമാകട്ടെ, പ്രിയപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ നാമധേയം അതിന് നിമിത്തമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വായിച്ച് നിങ്ങൾ വളരണം എന്ന് മാത്രം പറയുന്നു. വായന ഒരിക്കലും മരിക്കുന്നില്ല, വായന അവസാനിക്കുന്നില്ല. വായനയുടെ ലോകം താണ്ടിയിട്ട് നിങ്ങൾ എത്തണം. കാലങ്ങൾക്ക് ശേഷം നിങ്ങളും രണ്ടുപേരെ കുറിച്ചിടുന്ന, മനുഷ്യരെ ത്രസിപ്പിക്കുന്ന പ്രഭാഷകരായി മാറുന്ന ആളുകളായി നിങ്ങൾ മാറണം. അതിന് വായനയല്ലാതെ വേറെ ലോകമില്ല. ആ വായനയിലൂടെ നിങ്ങൾ കടന്നു പോകണം. വായനയിൽ നിന്ന് ഏറ്റെടുത്തതും ചിന്തയിൽ നിന്ന് കൊളുത്തിയെടുത്തതും സഞ്ചാര പദങ്ങളിലൂടെ കണ്ടെത്തിയതുമാണ് നാളെയുടെ നിങ്ങളുടെ ലോകം. അതുകൊണ്ട് ആ ഒരു സ്കില്ലിൻ്റെ ലോകത്തിലേക്ക് നിങ്ങൾ എത്തണം, പാഷനേറ്റായിട്ട് എത്തണം. ഭാവിയിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളായതുകൊണ്ട് നിങ്ങൾ നല്ല ലീഡേഴ്സായിട്ട് മാറണം. ലീഡേഴ്സ് മീൻസ് ലവിങ്നെസ് എന്നതാണ് ആദ്യത്തത്. സ്നേഹാർദ്രമായ കുട്ടികളായി നമ്മൾ മാറണം എന്നതാണ്. എല്ലാവരെയും സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് രക്ഷിതാക്കളെ സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളെ പോലെ നമ്മൾ കാണുന്ന നമ്മുടെ ടീച്ചേഴ്സിനെ. ഈ ടീച്ചേഴ്സ് ആരാന്നറിയോ? നിങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്നവർ, നിങ്ങളെ വല്ലാണ്ട് സ്നേഹിക്കുന്നവരാണ്. ഈ ലോകത്തിൽ അത്ര വലിയൊരു പ്രൊഫഷൻ വേറെയില്ല. APJ അബ്ദുൽ കലാം അവസാനമായി പറഞ്ഞ വാക്കുണ്ട്, പ്രസിഡന്റ് എന്ന പേരെഴുതണോ അതോ അധ്യാപകൻ എന്ന പേരെഴുതണോ എന്ന് ചോദിക്കുമ്പോൾ അധ്യാപകനായിട്ട് മാത്രം എഴുതിയാൽ മതി എന്നാണ്. പ്രസിഡന്റിൻ്റെ മേലെയാണ് അധ്യാപകൻ എന്ന് തെളിയിച്ച ആളാണ് സത്യത്തിൽ അദ്ദേഹം. തോമസ് ജെഫേഴ്സൺ എന്ന് പറയുന്ന മഹാരഥനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, തോമസ് ജെഫേഴ്സൺ. അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്നു. മരിക്കുന്ന സമയത്ത് അദ്ദേഹം വസിയത്ത് പോലെ എഴുതി കൊടുത്തത്, ഞാൻ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്നു എന്നെൻ്റെ ശവക്കല്ലറയിൽ എഴുതി വെക്കരുത്, വെർജീനിയ യൂണിവേഴ്സിറ്റിയുടെ ഒരു സാധാരണ മെമ്പറായിരുന്നു എന്ന് എഴുതി വെക്കണമെന്നാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയിൽ അമേരിക്കയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വെർജീനിയ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഹിയർ വാസ് ബറീഡ് മിസ്റ്റർ തോമസ് ജെഫേഴ്സൺ ഈസ് ദ ഫൗണ്ടർ ഓഫ് വെർജീനിയ യൂണിവേഴ്സിറ്റി എന്ന്. അതായിരിക്കണം നമ്മൾ ഓരോരുത്തരും വിദ്യാഭ്യാസത്തെ മാനസ്. അല്ലാതെ നമ്മൾ മുഖ്യമന്ത്രിയാകുന്നുവോ പ്രസിഡന്റ് ആകുന്നുവോ MP ആകുന്നുവോ എന്നതൊന്നുമല്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഫഷൻ ഏതാണെന്നറിയോ? ഡോക്ടർ അല്ല ആകുന്നവർ ആയിക്കോളൂ, എഞ്ചിനീയർ അല്ല ആകുന്നവർ ആയിക്കോളൂ, കലക്ടറുമല്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കരിയർ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ റിഫോമറാണ്. സമൂഹത്തെ മാറ്റിമറിക്കുന്നവരാണ്. വായനയിലൂടെ, ചിന്തയിലൂടെ, പ്രഭാഷണത്തിലൂടെ, പ്രവർത്തനത്തിലൂടെ തൻ്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് മാനവരാശിയെ മൊത്തത്തിൽ എടുത്തുയർത്തുന്നവരെയാണ് സോഷ്യൽ റിഫോമർ എന്ന് പറയുക. പ്രവാചകന്മാർ അതായിരുന്നു. ഇന്നി ബുഇസ്തു മുഅല്ലിമ എന്നാണ് പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഞാൻ അധ്യാപകനായിട്ടാണ് നിയുക്തമായിട്ടുള്ളത് എന്ന് ആചാര്യന്മാരതാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അധ്യാപകരതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ നവീകാരകന്മാരാണ്, നമ്മൾ ഇടപെടുന്ന ആളുകളാണ്. ടീച്ചേഴ്സിനോടൊരു ചെറിയ ഉപദേശമല്ല, ഒരു നിർദ്ദേശം പോലെ പറഞ്ഞുകൊള്ളട്ടെ, ഒരു കുട്ടിയെയും നമ്മൾ പുറത്താക്കരുത്. ഇതെൻ്റെ ഒരു ശാഠ്യമല്ല. കാരണം ഉറങ്ങുന്ന കുട്ടിയെ ജസ്റ്റ് ഒന്ന് നമുക്ക് വേണമെങ്കിൽ പുറത്താക്കാം, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ലോസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ നേരെ പോയിട്ടൊന്ന് തലോടിയിട്ട് എന്തേ മോനെ നീ ഉറങ്ങുന്നത് എന്ന് ചോദിക്കണം. ചിലപ്പോൾ അവൻ പറയും അവൻ്റെ ഉമ്മക്ക് ക്യാൻസർ തുടങ്ങിയ കാര്യം, വീട്ടിൽ പൈസ ഇല്ലാത്ത കാര്യം, പാവം അച്ഛൻ്റെ അല്ലെങ്കിൽ ഉപ്പയുടെ കത്തില്ലാത്ത കാര്യം, അല്ലെങ്കിൽ മെസ്സേജ് ഇല്ലാത്ത കാര്യം, ഉമ്മയും ഉപ്പയും വീട്ടിൽ ശണ്ട കൂടുന്നു എന്നുള്ള കാര്യം. ഇതൊക്കെ പറയാൻ അവർക്കൊരു കൗൺസിലറെ പോലെ ടീച്ചർ വേണം. മോനെ നീ കുറച്ച് നേരം കൂടി ഉറങ്ങിക്കോളൂ എന്ന് പറയുന്നവൻ്റെ പേരാണ് ഗുരുനാഥൻ എന്ന് നമ്മൾ തിരിച്ചറിയും.
ഞാനതൊരു ഫിലോസഫിയായിട്ട് പറയല്ല. അവനാണ് അധ്യാപകൻ, അവനായിരിക്കണം അധ്യാപകൻ. കുട്ടിയുടെ വേദനകൾ മനസ്സിലാക്കുന്നവനായിരിക്കണം അധ്യാപകൻ. അധ്യാപകർക്ക് എന്നോട് ദേഷ്യം തോന്നരുത് കേട്ടോ. ഞാനും 20 കൊല്ലം അധ്യാപനം നടത്തിയ ആളാണ്. മുതിർന്ന കുട്ടികളെ പഠിപ്പിക്കാനേ ഭാഗ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇമ്മാതിരി കുട്ടികളെ പഠിപ്പിക്കാൻ കിട്ടിയിട്ടില്ല. ഇങ്ങനത്തെ കുട്ടികളെ ഭയങ്കര ഇഷ്ടം. കാരണം ഇവരാണ് ഏറ്റവും ജൈജാൻറ്റിക് ഫിഗേഴ്സ്. മറ്റൊരു മോൾഡഡ് ആയിരിക്കും. ഇവരെന്ന് പറഞ്ഞാൽ എന്താ കഥ എന്നറിയും. ഭയങ്കര രസമല്ലേ അല്ലേ? ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നതാണല്ലോ. നമ്മളെ ഇടങ്ങറാക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഇവരെടുത്ത്. അത് ഭയങ്കര രസമാണ്. ചോദ്യം ചോദിക്കണം നിങ്ങൾ. ഞാൻ എൻ്റെ കുട്ടികളോട് പറയാം, വായിച്ച് വളർന്ന് വലുതാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1000 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തലയിലേക്ക് അടിച്ചു കയറ്റിയിട്ട് അത് പേപ്പറിലേക്ക് ഛർദ്ദിക്കുന്നവൻ്റെ പേരല്ല വിദ്യാർത്ഥി. ഒന്നും കൂടി പറയാം, 1000 ചോദ്യങ്ങളുടെ ചോദ്യോത്തരങ്ങൾ തലയിലേക്ക് അടിച്ചു കയറ്റി 2 മണിക്കൂർ കൊണ്ട് പേപ്പറിലേക്ക് ഈ പരീക്ഷ എന്ന പേരിൽ വിസർജിക്കുന്നവൻ്റെ പേരല്ല വിദ്യാർത്ഥി. 1000 ആളുകൾക്കിടയിൽ അനീതിക്കെതിരെ ഒരു ചോദ്യമെങ്കിലും ചോദിക്കുന്നവൻ്റെ പേരാണ് വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിത്വത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അത് വായനയുടെ ലോകമാണ്, പ്രസരിപ്പിൻ്റെ ലോകമാണ്. പാർലമെന്റ് സ്തംഭിക്കുമ്പോൾ, നിയമസഭ സ്തംഭിക്കുമ്പോൾ, അവിടെയുള്ള ആളുകൾ ഉഗ്രമായി പോരാടുമ്പോൾ അവരുടെ കൂടെ നിന്നിട്ട് യൂണിവേഴ്സിറ്റിയുടെ വരാന്തരകളിൽ നിന്നിട്ട് കൈകൾ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഭരണാധികാരികൾക്കെതിരെ ഈ വിരൽ ചുണ്ടുന്നവൻ്റെ പേര് കൂടിയാണ് വിദ്യാർത്ഥി എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ഒരു വായന ലോകത്തിലേക്ക്, വിപ്ലവത്തിൻ്റെ ലോകത്തിലേക്ക്. എന്തിനാണ് നമുക്ക് പൊളിറ്റിക്സ് എന്നറിയോ? പ്രത്യേക ഒരു പാർട്ടി കൊണ്ടടക്കുക, അതിനെ ഉഷാറാക്കുക എന്നുള്ളതല്ല. പഠനനിലമാണ്. നാളെയുടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആ ഒരു പഠനനിലത്തിൻ്റെ പേരാണ് രാഷ്ട്രീയം. അതാണ് CH കാണിച്ചു തന്നിട്ടുള്ള രാഷ്ട്രീയം. അതാണ് ഗാന്ധിജി കാണിച്ചു തന്നിട്ടുള്ള രാഷ്ട്രീയം, നെഹ്റു കാണിച്ചു തന്നിട്ടുള്ള രാഷ്ട്രീയം. ആ ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയിലേക്ക്, വിരൽ ചുണ്ടുന്ന വായനയിലേക്കായിരിക്കണം നമ്മളോരോ കുട്ടികളും എത്തേണ്ടത്. അങ്ങനെ ഉഗ്രമായി വളർന്നു പോകുന്ന, ടീച്ചേഴ്സിനെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന, പാരൻസിനെ നെഞ്ചിൽ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന, ഇന്ന് തെരഞ്ഞെടുത്ത കുട്ടികൾക്ക് ഒരു ടാസ്ക് തരികയാണ്. വീട്ടിൽ പോയിട്ട് ആദ്യം നിങ്ങൾ ഉമ്മാനെ അങ്ങനെ അണഞ്ഞു കൂട്ടിയിട്ട്, അമ്മനൊന്ന് അണഞ്ഞു കൂട്ടിയിട്ട് ഇന്നൊരു മുത്തം കൊടുക്കണം. നിങ്ങൾ എന്തൊക്കെയോ മാറ്റങ്ങൾ ഇത് CHൻ്റെ പേരിൽ നടന്നിരിക്കുന്നു എന്ന് പറയണം. എൻ്റെ പേര് നിങ്ങൾ വിട്ടേക്ക്, ആ മനുഷ്യൻ്റെ പേരിലെങ്കിലും ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ അങ്ങനെ കൊടുക്കുന്നുള്ളവരൊന്ന് കൈപ്പൊക്കിയാട്ടെ. ഇന്ന് പോയിട്ട് മാതാപിതാക്കൾ ആരാണ് പേര്, എടാ ആൺകുട്ടികളൊന്ന് കൈപ്പൊക്കിക്കോളി, നിങ്ങൾ കുറേ കാലമായിട്ടുണ്ടാകും കൊടുത്തിട്ട്, എന്നാൽ ഉമ്മാക്ക് പോയിട്ടൊരു ഉറക്കെ കൈപ്പൊക്കടാ. നിങ്ങൾ NSSൻ്റെ കുട്ടികളല്ലേ, അതുകൊണ്ട് അതേപോലെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളാണ്. എല്ലാവർക്കും ഭാവുകങ്ങൾ. മാതാവ് നമ്മുടെ എല്ലാമാണ്, പിതാവ് നമ്മുടെ എല്ലാമാണ്, ടീച്ചേഴ്സ് നമ്മുടെ എല്ലാമാണ്. നമ്മൾ കളക്ടറായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും ഒപ്പുവെക്കുമ്പോൾ, നിങ്ങളെ പഠിപ്പിച്ച രുക്മിണി ടീച്ചർ കടന്നു പോകുമ്പോൾ ടീച്ചറെ കണ്ടിട്ട് ആ ടീച്ചറെ വിളിക്കാതെ എൻ്റെ ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് വിളിപ്പിക്കും. സ്റ്റാഫ് കൊണ്ടുവരും. ആ സമയത്ത് രുക്മിണി ടീച്ചർ എന്ന് പറയുന്ന പാവം അന്നത്തെ വെറും BEdകാരിയുടെ ആ തോളത്ത് തട്ടുന്ന നിങ്ങളല്ല, നിങ്ങളെന്ന ഡിസ്ട്രിക്ട് കളക്ടറുടെ തോളത്ത് തട്ടിയിട്ട് പോട്ടട മോനെ എന്ന് പറയാൻ ഈ ലോകത്തിൽ ഒരാൾക്ക് അവകാശമുള്ളൂ, അധികാരമുള്ളൂ. അവൻ്റെ പേര് കൂടിയാണ് അധ്യാപകൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ അധ്യാപകർ അതിൻ്റെ രീതിയിൽ വാഴ്ത്തപ്പെട്ട് നല്ല മൂല്യത്തോടെ കടന്നു പോകണം. ഒരാളും ഒരു മിഠായി തന്നാലും നമ്മൾ വാങ്ങിക്കരുത്. ഹായ് മെസ്സേജിന് തിരിച്ചൊരു മെസ്സേജ് ഉണ്ടാകരുത്. നമ്മൾ കുതിരയെപ്പോലെ പോകുന്നവരാണ്. ആന നടത്തവും കുതിര നടത്തമുണ്ട്. ആന നടത്തുന്ന എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ലക്ഷ്യത്തിലെത്താതെ പോകലാണ്. കുതിര നടത്തുന്ന ഹോഴ്സ് റൈഡ് എന്നതാണ്. അത് ലക്ഷ്യത്തിലേക്കൊരു പോക്കാണ്. അതീവ ജാഗ്രതയോടെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ കുതിര തിരിഞ്ഞു നോക്കാറില്ല. അതുകൊണ്ട് നമ്മൾ പോകണം. നമ്മുടെ കരിയറിനുമപ്പുറം മനുഷ്യരാശിയെ സ്നേഹിക്കുന്ന ലീഡേഴ്സായി വളരുന്നത് വരെ നിങ്ങളുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ ചുവടുപടിയാകട്ടെ ഈ ലൈബ്രറി, ആ നാമധേയമാകട്ടെ ഈ പറയുന്ന CH മുഹമ്മദ് കോയ സാഹിബ്, ആ ഒരു പ്രവർത്തനമാകട്ടെ. KMCC, പ്രത്യേകിച്ച് ജിദ്ദ KMCC, നമ്മുടെ ഈ നാട്ടിലെ ജിദ്ദ KMCCയുടെ പരിപാടിക്ക് ഞാൻ ജിദ്ദ KMC മൊത്തം പരിപാടിക്ക് പോയിട്ടുണ്ട്. 3000-ഓളം ഹജ്ജ് വളണ്ടിയർമാർക്ക് പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അച്ചടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യരുടെ ഏറ്റവും വലിയ കാര്യമാണ് അവിടുത്തെ കുഞ്ഞുമാൻ കാക്കി അടക്കമുള്ള ആളുകൾ ഒരുങ്ങുന്ന അതിമനോഹരമായിട്ടുള്ള KMCCയുടെ പരിപാടിക്ക് നമ്മൾ പോകാറുണ്ട്. ഈ KMCC എന്താണെന്നറിയോ? ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അഥവാ നിങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ടാകും. അവിടെയൊക്കെയും നിങ്ങൾ കാരുണ്യത്തിൻ്റെ വീട് എന്ന്, ബൈത്തുർ റഹ്മ എന്ന പേര് കണ്ടിട്ടുണ്ടാകും. ശിഹാബ് തങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രതിമ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഉണ്ടാക്കുമായിരുന്നെങ്കിൽ ഇന്ന് 5000 ബൈത്തുർ റഹ്മ കഴിഞ്ഞു പോയി. 5000 × 10 ലക്ഷം കൂട്ടിയാൽ തന്നെ ഏകദേശം കണക്കിൽ ഫസ്റ്റായങ്ങളൊന്ന് ഏകദേശം എന്നോട് പറയണം എത്ര ആകും എന്നുള്ളത്. 500 കോടിയോ മറ്റോ ഒക്കെ ആയിട്ടുണ്ടാകും. 500 കോടിൻ്റെ ഒക്കെ മേലെ ആയിട്ടുണ്ടാകും. എന്നിട്ടും
ആ പാവപ്പെട്ട മനുഷ്യൻ്റെ പേരിൽ കുറേ പാവങ്ങൾക്ക് വീടൊരുങ്ങി എന്നതല്ലാതെ അദ്ദേഹത്തിന് വേണ്ടി ഒരു സൗധവും മെനങ്ങിയിട്ടില്ല, ഒന്നും നിർമ്മിച്ചിട്ടില്ല. എല്ലാ പൈസയും പാവപ്പെട്ടവർക്ക് വേണ്ടി വിതരണം ചെയ്തുകൊണ്ടേയിരിക്കാൻ അത്തരത്തിലുള്ള KMCCയുടെ പരിപാടികൾ ശ്ലാഘനീയമാണ്. അവരെ നെഞ്ചിൽ ചേർക്കാൻ നമുക്ക് പറ്റണം, ആ ജൈത്രയാത്രയിൽ പങ്കെടുക്കാൻ നമുക്ക് പറ്റണം. എല്ലാറ്റിനും സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇത് സംഘടിപ്പിച്ച പ്രിയപ്പെട്ട ഇവിടുത്തെ ജിദ്ദ KMCCയുടെ ഭാരവാഹികൾക്കും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഭാരവാഹികൾക്കും എത്രയും സമയം എന്നെ കേട്ടുനിന്ന് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കും 1000 ഭാവുകങ്ങൾ നേർന്നുകൊണ്ട്, ഏറ്റവും നല്ല രീതിയിൽ ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് KMCC.